السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد أشرف المرسلين وآل كل والصحابة أجمعين، أما بعد. بسم الله نحمده ونستعينه ونستغفره ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا حبيب الله. الصلاة والسلام عليك يا سيدي يا خير خلق الله. خذ بيدي قلت حيلتي أدركني مرادي يا رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تبارك الذي بيده الملك وهو على كل شيء قدير. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. صدق الله مولانا العظيم. وقد قال نبينا وحبيبنا محمد صلى الله عليه وسلم: تركت فيكم ناطقا وصامتا، فناطق هو القرآن والصامت هو الموت، أو كما قال رسول الله. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. نحن ندعو ربنا الكريم في التوسل واستغاثة بقرة عيننا مدبور ولي. لا إله إلا الله، لا إله إلا الله، لا إله إلا الله محمد رسول الله.
قد رجونا النصر والفتوح في أمورنا سيما في أمرنا بجاهكم مدبور ولي لا إله إلا الله لا إله إلا الله محمد رسول الله تفكرت في حشري ويوم قيامتي وإصباح خدي من مقابر ثابيا فريدا وحيدا بعد عز ورفعتي رهينا بجرمي بترابي وصاديا تفكرت في طول الحساب وعرض عرضه وذل مقامي حتى أعطي كتابيا. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, ഏറ്റവും പ്രിയമുള്ള മുതഅല്ലിമീങ്ങളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മളെ ഈ മജ്ലിസ് കബൂലാക്കുമാറാകട്ടെ. ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ സർവ്വ പാപങ്ങളും വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയവരുടെ ഹദറത്തിലേക്ക് അല്ലാഹു ഇതിൻ്റെ മിസ്ൽ സവാബ് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ഈ മഹത്തായ സംരംഭവുമായി ഇടപെടുന്ന, ബന്ധപ്പെടുന്ന, വന്നു ചേർന്ന് സഹകരിച്ച, സഹായിച്ച സർവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മരണം അകലെയല്ല എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഏതാനും കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുകയാണ്. നമുക്കറിയാം, എല്ലാ മനുഷ്യന്മാർക്കും ഉറപ്പുള്ള ഒരു കാര്യമാണ് മരണം. മരിക്കും എന്ന വിഷയത്തിൽ ഒരു യുക്തിവാദിക്കും അഭിപ്രായ വ്യത്യാസമില്ല. മതമുള്ളവനും ഇല്ലാത്തവനും മരണത്തെ അംഗീകരിക്കുന്നുണ്ട്. അത് നടക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിലും ആർക്കും ഇപ്പോൾ മരിക്കണമെന്ന ആഗ്രഹം ഉള്ളവർ ഉണ്ടാവുകയില്ല. എല്ലാവർക്കും കുറച്ചുകൂടി സമയം ജീവിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അള്ളാഹു അവൻ്റെ ത്വാഅത്തിലായി നമുക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണത്തിലേക്ക് മനുഷ്യൻ അടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിലും മരണത്തെ മനുഷ്യന് വലിയ വെറുപ്പാണ്. മരിക്കണം എന്ന ആഗ്രഹം സമൂഹത്തിൽ വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ ഉണ്ടാകാറുള്ളൂ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ചു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത. അല്ലാഹു അവൻ മൗത്തിനെ സൃഷ്ടിക്കുകയും ജീവിതത്തെ സൃഷ്ടിക്കുകയും ചെയ്തവനാണ്. ഇത് രണ്ടിനെയും അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. മരണത്തെ സൃഷ്ടിച്ചിട്ടുണ്ട്, ജീവിതത്തെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ മരണം ഏത് സമയത്താണ് നമ്മളിലേക്ക് സമാഗതമാകുന്നത് എന്ന് നമുക്കാർക്കും പറയാൻ കഴിയുകയില്ലെങ്കിലും
അത് വരിക തന്നെ ചെയ്യും എന്നതിൽ ആർക്കും തർക്കമില്ല. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണത്തിന്റെ ഓർമ്മയെ കുറിച്ച് ഈ മുഅ്മിനീങ്ങളെ ഉണർത്തി തന്നിട്ടുണ്ട്. മരണസ്മരണ മനുഷ്യന് എപ്പോഴും ഉണ്ടാകേണ്ടതാണ്. മനുഷ്യന് നന്മയിലേക്ക് കൈപിടിച്ചുയർത്തുന്നത് മരണസ്മരണയാണ് എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിലേക്ക് ഒരു മനുഷ്യൻ വന്നു. അയാള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, യാ നബിയല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മൻ അഖിയസുന്നാസ്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ബുദ്ധിമാനായ ആളാരാണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ മനുഷ്യൻ ചോദിച്ചപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏറ്റവും ബുദ്ധിയുള്ളയാളാരാണ്? അക്സറുഹും ദിക്റുൽ മൗത്ത്, നിങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ മരണത്തെ കുറിച്ച് ചിന്തിക്കുന്നവൻ ആരാണോ അവനാണ് ഏറ്റവും ബുദ്ധിമാനെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല വഅസദ്ദുഹും ഇസ്തിഅദാദൻ ലിൽ മൗത്ത്, മരണത്തിന് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുന്നവൻ, ഏറ്റവും ശക്തമായി തയ്യാറെടുപ്പുകൾ നടത്തുന്നവൻ ആരാണോ അവനാണ് ഏറ്റവും ബുദ്ധിമാനെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. പക്ഷേ എപ്പോഴാണ് തയ്യാറെടുപ്പ് നടത്തേണ്ടത്? ഖബല നുസൂലിൽ മൗത്ത്, മരണം നമ്മളിൽ വന്നിറങ്ങുന്നതിന് മുമ്പ് നമ്മൾ തയ്യാറെടുപ്പുകൾ നടത്തണം. മരണത്തിന്റെ ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. ആ മരിക്കാനുള്ള ഒരുക്കങ്ങൾ മനുഷ്യൻ നടത്തണം. അവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാനെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, ഫദ്ഹൽ മൗതു ദുനിയാ ഫലം യതുർക്ക് ലദീലുബിൻ ഫർഹ്, അലാ മരണം അത് ദുനിയാവിനെ ഫളീഹത്താക്കി കളയുന്നതാണ്. വലിയ തയ്യാറെടുപ്പോടുകൂടെ ഒരുങ്ങിപ്പിടിച്ചു വരുന്ന മനുഷ്യൻ അവന്റെ ആ പെർഫോമൻസ് സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി വരുമ്പോൾ അതാ അവന്റെ അടുക്കലേക്ക് മരണം കടന്നു വരികയാണ്. ആ ജനങ്ങളുടെ മുന്നിൽ അവൻ അതാ തളർന്നു വീഴുകയാണ്. മരണം അവനെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. ദുനിയാവിനെ മരണം ഫളീഹത്താക്കി കളഞ്ഞു. പക്ഷേ ബുദ്ധിമാന്മാർ, അവരെ പല ബുദ്ധിമാന്മാരും നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. എന്നാൽ മരിക്കുന്ന സമയത്ത് സന്തോഷിക്കുന്നവനാണ് ഏറ്റവും ബുദ്ധിയുള്ള മനുഷ്യൻ. എന്നാൽ നമ്മുടെ ഇടയിലുള്ള ബുദ്ധിമാന്മാര് എന്ന് പറയുന്ന ആളുകളെ മരണം സന്തോഷിപ്പിക്കുന്നില്ല. മരണം നമ്മളെ സന്തോഷിപ്പിക്കണം സഹോദരന്മാരെ. വേഗം ഇങ്ങോട്ട് ഓടി വരുന്ന ഒരു സംവിധാനമല്ല മരണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. മരണം നമ്മളിലേക്ക് കടന്നു വരുന്നതിന് ഒരുപാട് അടയാളങ്ങൾ നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്നുണ്ട്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
അള്ളാഹുവിന്റെ റസൂല് മരണത്തിന്റെ അടയാളങ്ങൾ നമ്മളോട് എണ്ണി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നര അത് മരണത്തിന്റെ അടയാളമാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരം ക്ഷീണിക്കുന്നത് മരണത്തിന്റെ അടയാളമാണ്. ഒരുപാട് അടയാളങ്ങൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് തന്നെ മൻ അക്സറ മിൻ ദിക്രിൽ മൗത്ത്, മരണത്തെ മരണസ്മരണയെ ഒരാൾ വർദ്ധിപ്പിച്ച് കഴിഞ്ഞാൽ ഉക്രിമ ബിസലാസത്തി അശ്യാ, 3 കാര്യങ്ങളെ കൊണ്ട് അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിക്കുന്നതാണ്. 3 കാര്യങ്ങളെ കൊണ്ട് ആദരിക്കും. എന്താണ് ആ ആദരവ്? ഒന്ന് തഅ്ജീലു തൗബ, തൗബയെ വേഗത്തിൽ തൗബ ചെയ്യാനുള്ള അവസരം അല്ലാഹു കൊടുക്കുന്നതാണ്. എത്ര വലിയ തെറ്റുകൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്നവനാണെങ്കിലും, എത്ര വലിയ തെറ്റ് തന്റെ ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ടെങ്കിലും, മരണത്തെ ഓർത്ത് ജീവിക്കുന്നവനാണെങ്കിൽ, മരണസ്മരണയുള്ളവനാണെങ്കിൽ, അവന് അല്ലാഹു തൗബ ചെയ്യാനുള്ള, മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യാനുള്ള അവസരം അല്ലാഹു ഒരുക്കി കൊടുക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയുമോ സഹോദരന്മാരെ? ഖനാഅത്തുൽ ഖൽബ്, ഹൃദയത്തിന് നല്ല സംതൃപ്തി ഉണ്ടാവുന്നതാണ്. മരിക്കുന്ന സമയത്ത് അവന് നല്ല സംതൃപ്തമായ മരണം നൽകുന്നതാണ്. അഥവാ ദുനിയാവിന്റെ ആഗ്രഹങ്ങളൊന്നും പിന്നെ അവന്റെ മനസ്സിലുണ്ടാകില്ല. ഞാൻ അത് ചെയ്തില്ലല്ലോ, ഇത് ചെയ്തില്ലല്ലോ, എൻ്റെ മക്കൾക്ക് ഇന്നത് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ദുഃഖം അവനുണ്ടാവുകയില്ല. അവന്റെ മനസ്സിന് അല്ലാഹു നല്ല ഖനാഅത്തുൽ ഖൽബ് നൽകുന്നതാണ്, നല്ല സംതൃപ്തമായ ഖൽബ് നൽകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹൃദയത്തിന് സമാധാനം നൽകുന്നതാണ്. മാത്രമല്ല വനസാത്തുൽ ഇബാദ, ഇബാദത്തിൽ നല്ല സംതൃപ്തി നൽകുന്നതാണ്, നല്ല ഉന്മേഷം നൽകുന്നതാണ്. മരണസ്മരണയുമായി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ, മരിക്കുമെന്ന ഓർമ്മ നമ്മളിലുണ്ടെങ്കിൽ, അല്ലാഹു നമ്മുടെ ഹൃദയത്തിൽ ഇബാദത്തിനുള്ള ഉന്മേഷം ഇട്ടു തരുന്നതാണ്. സഹോദരന്മാരെ, വമൻ നസിയൽ മൗത, എന്നാൽ ഒരാൾ മരണത്തെ മറന്നുപോയി കഴിഞ്ഞാൽ, മരണത്തെക്കുറിച്ച് ചിന്തയില്ലാതെ ജീവിച്ചു കഴിഞ്ഞാൽ, മരണം എന്താണെന്നുള്ള ഓർമ്മയില്ലാതെ ജീവിച്ചു കഴിഞ്ഞാൽ, ഊഖിബ ബിസലാസ്, 3 കാര്യങ്ങളെ കൊണ്ട് അല്ലാഹു അവനെ പരീക്ഷിക്കുന്നതാണ്. മരണത്തെ കുറിച്ച് ചിന്തയില്ലാത്ത മനുഷ്യനെ അല്ലാഹു 3 കാര്യങ്ങളെ കൊണ്ട് പരീക്ഷിക്കുന്നതാണെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഏതാണ് ആ 3 കാര്യങ്ങളെന്നറിയുമോ? ഒന്ന് തസ്വീബുത് തൗബ, തൗബയെ അവൻ ചിന്തിക്കും, തൗബയെ അവൻ ചിന്തിക്കും. പിന്നെയാകട്ടെ എന്ന് പറയും. അതാണ് ഒന്നാമത്തത്. ഖേദം അവന്റെ മനസ്സിലേക്ക് കടന്നു വരികയില്ല. ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഖേദം അവന്റെ ഹൃദയത്തിലേക്ക് വരില്ല. ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിനെ കുറിച്ച് ചില ആളുകൾ പറയും, നമ്മൾ കേട്ടിട്ടില്ലേ, ഇപ്പോൾ നമ്മൾ നല്ല ചെറുപ്പമാണ്, ഇപ്പോൾ നമ്മൾ തൗബയൊക്കെ ചെയ്ത് നന്നാവാൻ നിന്ന പിന്നെ ഇനി കുറേ കാലം കൂടി ജീവിക്കേണ്ടി വരുമല്ലോ, അപ്പോൾ കുറേ കാലം നന്മ തന്നെ ജീവിച്ച് അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് തൗബ ചെയ്യാം, കുറച്ച് കഴിഞ്ഞിട്ട് ഉംറയ്ക്ക് പോകാം, കുറച്ച് കഴിഞ്ഞിട്ട് ഹജ്ജിന് പോകാം, കുറച്ച് കഴിഞ്ഞിട്ട് ഇന്നത് ചെയ്യാം, അങ്ങനെ കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞാൽ, അങ്ങനെ നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പേടിക്കണം. എന്താ കാരണം? അള്ളാഹു നമ്മളെ വളരെ ഗൗരവമായി ശിക്ഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ തസ്വീഫു തൗബ, തൗബയെ പിന്നീടാക്കാമെന്നവനെ തോന്നിപ്പിക്കുന്നതാണ്. രണ്ടാമത്തത് എന്താണ്?
അവന് കിട്ടുന്ന കാര്യങ്ങളെ കൊണ്ട് അവന്റെ മനസ്സിലൊരു സംതൃപ്തി ഉണ്ടാവുകയില്ല. അവനിങ്ങനെ ഓട്ടത്തിലായിരിക്കും. എത്ര സമ്പാദ്യം അവനുണ്ടായാലും, എത്ര സമ്പത്തുകൾ ഉണ്ടായാലും, എത്ര വരുമാനങ്ങൾ ഉണ്ടായാലും അവന് ഒരിക്കലും ഒരു സമാധാനമോ അടക്കമോ അവന്റെ ഹൃദയത്തിൽ ഉണ്ടാവുകയില്ല. ഇനിയും വാരിക്കൂട്ടണം എന്ന ചിന്തയിൽ ഊണില്ലാതെ ഉറക്കമില്ലാതെ അവന്റെ സുഖങ്ങളൊന്നും അവൻ നോക്കാതെ അവൻ ഓട്ടത്തിൽ തന്നെയായിരിക്കും. അതാണ് രണ്ടാമത്തെ ശിക്ഷ. മൂന്നാമത്തെ ശിക്ഷ എന്താണ്? വത്തക്കാസുലു ഫിൽ ഇബാദത്തിൽ അവന് വലിയ മടിയായിരിക്കും. ഇബാദത്ത് ചെയ്യാൻ വലിയ മടിയായിരിക്കും. ഈ മൈക്കിന് നല്ല പിടുത്തമാണല്ലോ, എന്തായാലും തുറന്ന് ശരിയാക്കി കൊടുക്കുക. ഇബാദത്തിൽ എന്ത് ചെയ്യുന്നതാണ്? മടിയുണ്ടാകുന്നതാണ്. സഹോദരന്മാര് ചിന്തിച്ചു നോക്കണം. ഇന്ന് നമ്മളുടെയൊക്കെ അവസ്ഥ, മരണത്തിന്റെ ചിന്തകൾ നമ്മളിലെല്ലാം വളരെ കുറവാണ്. മുൻഗാമികളിലേക്ക് ചേർത്തി നോക്കുമ്പോൾ തീരെ തന്നെ ഇല്ല. അല്ലാതെ ചേർത്തിയാലും നമുക്ക് മരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ നേരമില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മരണചിന്തയില്ലാത്തവന് അവന്റെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്യുന്നതിന് മടി കൊടുക്കുന്നതാണ്. സഹോദരന്മാരെ, മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു ദിവസം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളോട് ഖുതുബ പ്രസംഗിക്കുകയുണ്ടായി. എന്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസംഗം? യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, തൂബു ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങുക. ഖബ്ല അൻ യമൂതു, നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഅദ് പറയുമ്പോൾ ഒന്നാമതായി ഉണർത്തിയതാണ്, നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങുക. എപ്പോഴാണ് നമ്മൾ മരിക്കുന്നതെന്ന് നമ്മൾക്കറിയില്ലാത്തത് കൊണ്ട് എല്ലാ സമയത്തും നമ്മൾ തൗബ ചെയ്യണം. ഒരു തെറ്റ് ചെയ്തു എന്ന് നമുക്ക് ഉറപ്പ് വന്നാൽ ഉടനെ തൗബ ചെയ്യണം. നമ്മളിൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നിയാൽ നമ്മൾ ഉടനെ തൗബ ചെയ്യണം. അതുകൊണ്ടാണ് നിസ്കാരം കഴിഞ്ഞാൽ ആ ഉടനെ തന്നെ മനുഷ്യനോട്, മൂമിനായ മനുഷ്യനോട് പറയുന്നു അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് 3 പ്രാവശ്യം പറയാൻ. എന്താ കാരണം? നിസ്കരിച്ചത് തെറ്റായിപ്പോയത് കൊണ്ടല്ല, മറിച്ച് നിസ്കാരമെന്ന വലിയ ഇബാദത്ത് ഞാൻ ചെയ്തപ്പോൾ അതിൽ അള്ളാഹുവും അവൻ്റെ റസൂലും എന്നെ പഠിപ്പിച്ചത് അനുസരിച്ചല്ലാത്ത രൂപത്തിൽ എന്തെങ്കിലും വീഴ്ചകൾ അതിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവേ നീ എനിക്ക് പൊറുത്തു തരണം എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ വരുമ്പോൾ സഹോദരന്മാരെ, നമ്മൾ വെറുതെ ചെലവഴിക്കുന്ന സമയങ്ങൾ, നമ്മൾ അനാവശ്യമായി ചിലവഴിക്കുന്ന സമ്പാദ്യങ്ങൾ, നമ്മൾ അനാവശ്യമായി ചിലവഴിക്കുന്ന നമ്മളുടെ ശാരീരിക ആരോഗ്യങ്ങൾ, ഇതെല്ലാം അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങളാണ്. അതിനെക്കുറിച്ച് പഠിച്ചിട്ട്, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട്, വന്നതിൽ വന്ന വീഴ്ചകളെക്കുറിച്ച് ആലോചിച്ച് അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങേണ്ടത് നമ്മുടെ ബാധ്യതയല്ലേ? അതുകൊണ്ട് ഹബീബായ റസൂലുള്ള പറയുകയാണ്, തൂബൂ ഇലല്ലാഹി ഖബ്ല അൻ തമൂതൂ, നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങിക്കോ. വബാദിറൂ ബിൽ അഅ്മാലി സ്വാലിഹാ,
സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ വേഗം ധൃതി കൂട്ടിക്കോ. സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടി വന്നാൽ അത് നാളെ ചെയ്യാം, പിന്നെ ചെയ്യാം എന്ന് നീട്ടിവെക്കല്ലേ. ഏറ്റവും വലിയ സൽക്കർമ്മം നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരമല്ലേ. മനുഷ്യ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായതാണ് നിസ്കാരം. ആ നിസ്കാരം ഉമ്മമാരെ, സഹോദരിമാരെ, ഒരിക്കലും നമ്മളതിൻ്റെ സമയം വിട്ട് തെറ്റിക്കരുതെന്ന് മാത്രമല്ല, അതിൻ്റെ വഖ്ത് അത് കുറേ താമസിപ്പിച്ചുകൂടാ. അതിൻ്റെ അവ്വലുൽ വഖ്തിൽ തന്നെ നമ്മുടെ നിസ്കാരങ്ങൾ നിർവഹിക്കാൻ നമുക്ക് കഴിയണം. അത് കഴിയാതെ വരുന്നത് അള്ളാഹു നമ്മളോട് ചെയ്യുന്ന പരീക്ഷണമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു സമയാസമയങ്ങളിൽ നിസ്കാരം നിലനിർത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് സ്വാലിഹായ പ്രവർത്തനങ്ങളെ കൊണ്ട് നിങ്ങൾ വേഗതയാകണം. ഖബല അൻ തശുലൂ, നിങ്ങൾക്ക് ജോലി തിരക്ക് വരുന്നതിനു മുമ്പ് സൽക്കർമ്മങ്ങൾ നിങ്ങൾ കൂട്ടണം. ഏതാണ് ഈ ജോലി തിരക്ക് സഹോദരന്മാരെ? അത് നമ്മൾ പ്രായമായിട്ട് എണിക്കാൻ കഴിയാതെ രോഗങ്ങളെ കൊണ്ട് നമ്മുടെ ശരീരം വ്യാപൃതരാകുന്നു. കയ്യനക്കാൻ പാടില്ല, കാലനക്കാൻ പാടില്ല, കണ്ണ് ധരിപ്പിക്കാൻ കഴിയുന്നില്ല. ആ രൂപത്തിൽ നമുക്ക് ജോലി വരുന്നു, തിരക്ക് വരുന്നു. ഒരിക്കലും നമുക്ക് ഒരു സൽക്കർമ്മം ചെയ്യാൻ ആരോഗ്യം അനുവദിക്കുന്നില്ല. അങ്ങനെ ഒരവസ്ഥ വരുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? അതേ സൽക്കർമ്മം കൊണ്ട് വ്യാപൃതരാകണമെന്ന് നബിയുനാ റസൂലുള്ളാഹി വസലുല്ലദീ ബൈനക്കും വബൈന റബ്ബിക്കും ബികസ്റതി ദിക്രിക്കും ലഹു. നിങ്ങളും അല്ലാഹുവും ഇടയിലുള്ള ബന്ധം അത് സുദൃഢമാക്കണം. എങ്ങനെയാണ് ആ ബന്ധം സുദൃഢമാക്കുന്നത്? നിങ്ങൾ അല്ലാഹുവിനോട് ദിക്റിനെ വർദ്ധിപ്പിക്കൽ കൊണ്ടാണ്. ധാരാളമായി ദിക്റ് ചൊല്ലണം. അല്ലാഹുവിൻ്റെ ദിക്റ് വദ്ദാകിരീനല്ലാഹ കസീറൻ വദ്ദാകിറാത്ത് അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അദീമാ. അല്ലാഹു പഠിപ്പിക്കുകയാണ്, അല്ലാഹുവിന് ധാരാളമായി ദിക്റ് ചൊല്ലുന്ന ആണുങ്ങളും ധാരാളമായി ദിക്റ് ചൊല്ലുന്ന പെണ്ണുങ്ങളും, ആ പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും അഅദ്ദല്ലാഹു ലഹും, അല്ലാഹു അവർക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുകയാണ് മഗ്ഫിറ, പാപമോചനം ഒരുക്കി വച്ചിരിക്കുകയാണ്. വഅജ്റൻ അദീമാ, വണ്ണമായ ധാരാളം പ്രതിഫലങ്ങളും ഒരുക്കി വച്ചിരിക്കുകയാണ്. അള്ളാഹു പറയുകയാണ്, അതുകൊണ്ട് അള്ളാഹുവും നമ്മളും തമ്മിലുള്ള ബന്ധം അതിനെ സുദൃഢമാക്കണം എന്ന് റസൂലുള്ളാഹി പറയുന്നു. അതെങ്ങനെയാണ് സുദൃഢമാക്കേണ്ടത്? അത് ദിക്റുകളെ വർദ്ധിപ്പിക്കൽ കൊണ്ടാണ്. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വകസ്റത്തു സ്വദഖ, സ്വദഖ വർദ്ധിപ്പിക്കൽ കൊണ്ടും അല്ലാഹുവുമായിട്ടുള്ള ബന്ധം വർദ്ധിപ്പിക്കാൻ കഴിയുന്നതാണ്. മൻ യുക്രിമുല്ലാഹ ഖർദൻ ഹസനാ, ആരാണ് അല്ലാഹുവിന് നല്ല കടം കൊടുക്കുന്നതെന്ന് അല്ലാഹു ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അല്ലാഹ്ക്ക് കടത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ, അത് കടമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം അല്ലാഹു നമുക്ക് തിരിച്ചു തരുന്നതാണ്. അതിനു വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ച പ്രതിഫലമുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മം ചെയ്യുന്നത്, സ്വതക്ക ചെയ്യുന്നത്, അത് ഏറ്റവും നല്ല കാര്യങ്ങൾക്കാകുമ്പോൾ ഏറ്റവും പ്രതിഫലം കിട്ടുന്നതാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഹബീബായ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സ്വതക്കകൾ അതിന് പല മർത്തബകളുണ്ട്. ഒരു സ്വതക്ക ചെയ്താൽ 10 ഇരട്ടി കിട്ടുന്ന മർത്തബയുണ്ട്. ഒരു സ്വതക്ക ചെയ്താൽ 70 ഇരട്ടി കിട്ടുന്നതുണ്ട്. ഒരു സ്വതക്ക ചെയ്താൽ 700 ഇരട്ടി കിട്ടുന്നതുണ്ട്. ഒരു സ്വതക്ക ചെയ്താൽ 1,00,000 ഇരട്ടി പ്രതിഫലം കിട്ടുന്ന സ്വതക്കയുണ്ട്. 1,00,000 പ്രതിഫലം കിട്ടുന്ന സ്വതക്ക ഏതാണെന്നറിയുമോ? അത് ഇൽമു പഠിക്കാൻ വേണ്ടി മുതഅല്ലിമീങ്ങൾക്കും ഇൽമിന്റെ സ്ഥാപനങ്ങൾക്കും ചെയ്യുന്ന സ്വതക്കയാണ്. കാരണം അത് ചെയ്താൽ അവന്റെ ജീവിതകാലം മുഴുവനും ആ ചെയ്ത ഇൽമിന്റെ ബറക്കത്ത് അവന് എത്തിക്കൊണ്ടേയിരിക്കുന്നതാണ്. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള സ്വതക്കകളുണ്ട്. അല്ലാഹു പറയുകയാണ്, നിങ്ങൾ സ്വതക്ക ചെയ്യലുകൊണ്ട് അല്ലാഹുവുമായിട്ടുള്ള ബന്ധത്തെ സുദൃഢമാക്കണമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. എപ്പോഴാണ് സ്വതക്ക ചെയ്യേണ്ടത്? ഫിസ്സിരി വൽ അലാനിയ, രഹസ്യമായി സദക്ക ചെയ്യണം, പരസ്യമായിട്ടും സദക്ക ചെയ്യണം. 2 രൂപത്തിലും സദക്ക ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രയോജനം എന്താണ്? തുർസഖൂ, നിങ്ങൾക്ക് അല്ലാഹു ബാരിക്കോരി റിസ്ക് നൽകുന്നതാണ്. വതുൻസറൂ, നിങ്ങളെ പ്രയാസ സന്ദർഭങ്ങളിൽ, അതുപോലെ രോഗസന്ദർഭങ്ങളിൽ, അതുപോലെ സാമ്പത്തികമായി ഞെരുങ്ങുന്ന സന്ദർഭങ്ങളിൽ, അങ്ങനെ എന്തെല്ലാം സഹായങ്ങൾ കിട്ടേണ്ട ഏതെല്ലാം സന്ദർഭങ്ങളുണ്ടോ ആ സന്ദർഭങ്ങളിലെല്ലാം നിങ്ങളെ സഹായിക്കപ്പെടുന്നതാണ്. മാത്രമല്ല വതുജുബറൂ, നിങ്ങൾ ചെയ്ത കാര്യങ്ങളിൽ വരുന്ന വീഴ്ചകൾ, കുറവുകളെ പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നതാണെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. തയഖ്ഖദ് ലില്ലദി ലാ ബുദ്ദ മിൻഹു ഫഇന്നൽ മൗത മീഖാത്തുൽ ഇബാദി يسرك أن تكون رفيق قوم لهم زاد وأنت بغير زادي. തയഖ്ഖദ്, മോനെ നീ ഉണർന്നോ, നീ ഇങ്ങനെ ഉറങ്ങല്ല, നീ ഇങ്ങനെ ഉറങ്ങല്ല, നീ ഉണർന്നോ, ഉണർന്നിരുന്നോ മോനെ. എന്തേ കാരണം? തയഖ്ഖദ് ലില്ലദി ലാ ബുദ്ദ മിൻഹു, ഒരു സംഗതിക്ക് വേണ്ടി നീ ഉണർന്നിരുന്നോ. എങ്ങനത്തെ സംഗതി? ലാ ബുദ്ദ മിൻഹു, അത് കൂടാതെ കഴിയൂല. അങ്ങനെയുള്ള സംഗതിക്ക് വേണ്ടി നീ ഉണർന്നിരുന്നോ. അതേതാണ് ആ സംഗതി? മരണമാണ്. മരണത്തിന് വേണ്ടി നീ ഉണർന്നിരുന്നോ. കാരണം ഫഇന്നൽ മൗത മീഖാത്തുൽ ഇബാദി, മരണം എന്നുള്ളത് അത് അടിമകളുടെ മീഖാത്താണ്. അത് അവർക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട സമയമാണ്. ആ സമയത്തേക്ക് എത്താതിരിക്കാൻ കഴിയൂല. അതുകൊണ്ട് തയഖ്ഖദ്, മോനെ നീ അതിനു വേണ്ടി ഉണർന്നിരുന്നോ. യുസിറുക അൻ തകൂന റഫീഖു ഖൗമി, ഒരു ഖൗമിന്റെ റഫീഖാകാൻ നീ എന്ത് ചെയ്യുന്നു? ഒരു ഖൗമിന്റെ റഫീഖാകാൻ നീ ഇഷ്ടപ്പെടുന്നു. എന്നാൽ നിനക്കറിയുമോ, ലഹും സാദുൻ വ അൻത ബിഗൈരി സാദി,
അവരുടെ കയ്യിൽ ഭക്ഷണമുണ്ട്. എന്നാൽ നിന്റെ കയ്യിൽ യാത്രയ്ക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നീ ഒരുക്കിയിട്ടില്ല. നീയും യാത്ര പോവുകയാണ്. നീ എന്തു ചെയ്യുന്നു? നീ നല്ലവരായ ആളുകളുടെ കൂടെ യാത്ര ചെയ്യാൻ നീ ആഗ്രഹിക്കുന്നു. നല്ലവരുടെ കൂടെ സ്വർഗത്തിൽ പോകാൻ നീ കൊതിക്കുന്നു. നല്ലവരുടെ കൂടെ ആഖിറത്തിലേക്ക് പോകണമെന്ന് നീ ആഗ്രഹിക്കുന്നു. എന്നാൽ ലഹും സാദുൻ വഅന്ത ബിഗൈരി സാദി, അവരുടെ കയ്യിൽ ഭക്ഷണപ്പൊതിയുണ്ട് മോനെ. ഉപകാരങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ സഞ്ചരിക്കാൻ വേണ്ട വണ്ടിക്കൂലി അവരുടെ കയ്യിലുണ്ട്. വാഹനത്തിൻ്റെ കൂലി അവരുടെ കയ്യിലുണ്ട്. എന്നാൽ നീയോ അതൊന്നും കരുതാതെ അവരുടെ കൂട്ടുകാരാകാൻ ആഗ്രഹിക്കുകയാണ്. നീ വളരെ അവസ്ഥ നിന്റെ വളരെ മോശമാണ്. അതുകൊണ്ട് നീ തയ്യാറായിക്കോ, ഉണർന്ന് ചിന്തിച്ചോ, നീ അതിനു വേണ്ടി ഒരുക്കങ്ങൾ നടത്തിക്കോ. ഇദാ കുന്ത ലം തർഹൽ ബിസാദിൻ മിനത്തുഖാ വലാഖീത ബഅദൽ മൗതി മൻ കത്തസവദാ നദംത അലാ അല്ലാ തകൂനാ കമിസ്ലിഹി فإنك لم ترصد كما كان أرصدا ഇദാ കുന്ത ലം തർഹൽ, ഈ നല്ലവരുടെ കൂടെ യാത്ര ചെയ്യാൻ നീ ഒരുങ്ങുമ്പോൾ നീ യാത്ര ചെയ്യുന്നില്ലെങ്കിൽ ബിസാദിൻ മിനത്തുഖാ, തഖ്വയാകുന്ന സാദ് വാഹന യാത്രാ സൗകര്യങ്ങൾ നിന്റെ കയ്യിലില്ല എങ്കിൽ ബിസാദിൻ മിനത്തുഖാ വലാഖീത ബഅദൽ മൗതി മൻ കത്തസവദാ, മരിച്ച് നീ യാത്ര ആരംഭിക്കുമ്പോൾ അവിടെ യാത്രാ സൗകര്യങ്ങൾ, അതിനു വേണ്ട ഉപാധികൾ എല്ലാം ഒരുക്കി വെച്ച ആളുകളെയാണ് നിനക്ക് കാണാൻ സാധിക്കുന്നത്. ആ സമയത്തിന് ദംത അലാ അല്ലാ തകൂനാ കമിസ്ലിഹി, ആ സമയത്ത് നീ ദുഃഖിച്ചിട്ട് കാര്യമില്ല, സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല, നീ ഒരിക്കലും ഖേദിച്ചിട്ട് കാര്യമില്ല, കൈ കടിച്ചിട്ട് കാര്യമില്ല. എനിക്ക് ഇവരെ പോലെയാകാൻ കഴിഞ്ഞില്ലല്ലോ, ഒരു വാഹനം സെറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ, അതിനുള്ള യാത്രാ കൂലി ഒരുക്കാൻ കഴിഞ്ഞില്ലല്ലോ, ഭക്ഷണപ്പൊതി കയ്യിൽ കരുതാൻ കഴിഞ്ഞില്ലല്ലോ. ഏതാണ് ഈ ഭക്ഷണപ്പൊതി? തഖ്വയാകുന്ന ഭക്ഷണപ്പൊതി കയ്യിൽ വേണം. തഖ്വയാകുന്ന യാത്രാ സൗകര്യങ്ങൾ നിന്റെ കയ്യിൽ വേണം. തഖ്വയാകുന്ന വസ്ത്രമാണ് നിന്റെ യാത്രയ്ക്ക് നീ ഉപയോഗിക്കേണ്ടത്. അതാ ലിബാസു തഖ്വാ ദാലിക ഖൈർ, തഖ്വയാകുന്ന വസ്ത്രം അതാണ് ഏറ്റവും ഖൈറായ വസ്ത്രം. അതുകൊണ്ട് ആ യാത്രാ കൂലി നിന്റെ കയ്യിലില്ലാത്തത് കൊണ്ട് നീ ഖേദിക്കുകയാണ്. ഫഇന്നക ലം തുർസിദ് കമാ കാന അർസദാ, അവര് കാത്തിരുന്ന് യാത്രക്കൊരുങ്ങിയതുപോലെ, തയ്യാറെടുപ്പുകൾ നടത്തിയതുപോലെ നിനക്കതിന് തയ്യാറെടുപ്പ് നടത്താൻ കഴിഞ്ഞില്ല. ഖേദിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? യാത്രക്കൊരുങ്ങണം, അതിനുവേണ്ടി തയ്യാറെടുപ്പ് നടത്തണമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, അതിന് നമുക്ക് വേണ്ട കാര്യം എന്താണ്? നമുക്കതിന് വേണ്ട കാര്യം എന്താണ്? ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഒരു മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമി ലോകത്ത് ഏറ്റവും അവൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എന്താണ് ആ രണ്ട് കാര്യങ്ങൾ? ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോവുകയാണ്.
ഒന്ന് സാമിത്താണ്, മൗനം ദീക്ഷിച്ചു നിൽക്കുകയാണ്. ഒന്ന് നിങ്ങളോട് ഉറക്ക വിളിച്ചു പറയുന്നതാണ്. ഏതാണ് ആ ഉറക്ക വിളിച്ചു പറയുന്നത്? അത് വിശുദ്ധമായ ഖുർആനാണ്. വിശുദ്ധ ഖുർആൻ അത് നമ്മൾ മുറുകെ പിടിക്കണം. മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും തുറക്കരുതെന്നല്ലല്ലോ അതിൻ്റെ അർത്ഥം. മറിച്ച് നന്നായി ഖുർആൻ പാരായണം ചെയ്യുകയും ഖുർആൻ നിർദ്ദേശിച്ചതനുസരിച്ച് ജീവിക്കുകയും ചെയ്യണം. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിക്കുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് ആയിഷ ബീവി പറയുകയാണ്, ഖുലുഖുൽ ഖുർആൻ, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഭാവം അത് ഖുർആനായിരുന്നു. ആ സ്വഭാവമാണ് തഖല്ലഖൂ ബി അഖ്ലാഖില്ലാഹ്, അല്ലാഹുവിൻ്റെ സ്വഭാവം. അല്ലാഹു നമ്മളോട് കൽപ്പിച്ച സ്വഭാവം കൊണ്ട് നമ്മൾ സ്വഭാവം സിദ്ധിക്കണമെന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഖുർആൻ മുറുകെ പിടിച്ച് ജീവിക്കണം. ഖുർആനിൻ്റെ ആ ആശയങ്ങൾ നമ്മുടെ ജീവിതമാക്കി മാറ്റണം. പിന്നെയോ രണ്ടാമത്തത് സാമിത്താണ്, അഥവാ അത് മൗനം ദീക്ഷിച്ചു നിൽക്കുകയാണ്. അത് ഉറക്കെ നമ്മളോട് പറയുകയില്ല. ഏതാണ് ആ സാമിത്തെന്നറിയുമോ? അത് മരണമാണ്. അൽ മൗത്ത്, മരണമാണെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. അപ്പോൾ മരണം നമ്മളിലേക്ക് കടന്നു വരാൻ കാത്തിരിക്കുകയാണ്. പക്ഷേ നമ്മളെ ഈ മരണസ്മരണയിൽ നിന്ന് വിട്ടു നിർത്തുന്ന കാര്യം എന്താണ്? നാം അത് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. അത് ഹിർസുദ് ദുനിയാ, ദുനിയാവിൻ്റെ അത്യാഗ്രഹമാണ്. ഈ ഹിർസ് നമുക്ക് വർദ്ധിച്ചപ്പോൾ, അത്യാഗ്രഹം നമുക്ക് വർദ്ധിച്ചപ്പോൾ സഹോദരന്മാരെ, അത് വലിയ അപകടമായി മാറുന്നതാണ്. അത്യാഗ്രഹം നമുക്കുണ്ടായാൽ നമുക്കുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണ്? ദുനിയാവ് വാരിക്കൂട്ടണം എന്ന ആഗ്രഹം നമ്മളിൽ വർദ്ധിച്ചാൽ ഉണ്ടാകുന്ന അപകടം എന്താണ്? മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉതുറുക്കിൽ ഹിർസാ, മോനെ നീ ആഗ്രഹത്തിൻ്റെ വർധനവിനെ ഒഴിവാക്കണം, അത്യാഗ്രഹങ്ങളെ നീ ഒഴിവാക്കണം. കാരണം നാല് കാര്യങ്ങളെ അതുണ്ടാക്കി തീർക്കുന്നതാണ്. ഏതാണ് നാല് കാര്യങ്ങൾ? ഒന്ന് തർക്കുത്താ, നമുക്ക് താഅത്ത് ഇല്ലാതെയായി പോകും. അല്ലാഹുവിന് വഴിപ്പെടാൻ നമുക്ക് തോന്നാതെ വരുന്നതാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ ഖാറൂൻ എന്ന് പറയുന്ന മനുഷ്യന്റെ സംഭവം? ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന ചരിത്രമല്ലേ? വലിയ സമ്പന്നനായതാണ്. പക്ഷേ അല്ലാഹുവിനെ ആരാധിച്ച് ജീവിച്ച മനുഷ്യന് സമ്പത്ത് വർദ്ധിച്ചപ്പോൾ അതാ അല്ലാഹുവിനെ മറന്നുപോയി. പിന്നെ സമ്പത്ത് വാരിക്കൂട്ടണമെന്ന കൊതിയായിപ്പോയി. അതുപോലെ നമ്മൾക്ക് സമ്പത്ത് കൂട്ടണമെന്ന ചിന്ത വന്നു കഴിഞ്ഞാൽ, ഹിർസ് വന്നു കഴിഞ്ഞാൽ അതാ നമ്മൾ ത്വാഅത്തിനെ ഇല്ലാതെയാകുന്നതാണ്. നമുക്ക് അല്ലാഹുവിനെ വഴിപ്പെടാൻ തോന്നാതെ വരുന്നതാണ്. അതുകൊണ്ട് ഒന്നാമത്തെ അപകടം എന്താണെന്നറിയുമോ? അല്ലാഹുവിനെ വഴിപ്പെടുക എന്ന സംഭവം നമ്മളിൽ നിന്നില്ലാതെയായി പോകുന്നതാണ്. രണ്ടാമത്തതോ വൽ കസ്ൽ, പിന്നെയോ ശക്തമായ മടിയുണ്ടാകുന്നതാണ്. നന്മ ചെയ്യാൻ, നല്ലതിലേക്ക് നീങ്ങാൻ, നല്ലവരായി ജീവിക്കാൻ വലിയ മടി നമ്മളിൽ ഉണ്ടായിത്തീരുന്നതാണ്. പിന്നെയോ തർക്കു തൗബ, തൗബ നമ്മളിൽ നിന്ന് നമ്മൾ തൗബയെ ഒഴിവാക്കുന്നതാണ്. അൽ ഹിർസു അലാ ജമീഇൽ അംവാൽ, മാത്രമല്ല നമുക്കിങ്ങനെ
സമ്പത്ത് ഒരുമിച്ച് കൂട്ടണം എന്ന കൊതി നമുക്ക് വർദ്ധിക്കുന്നതാണ്. അൽ ഖസ്വതു ബിൽ ഖൽബ്, അതുപോലെ നമ്മുടെ ഹൃദയം കടുത്തു പോകുന്നതാണ്. പോരാവൻ നിസ്യാനു ഫിൽ ആഖിറ, ആഖിറത്തെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് മാറിപ്പോകുന്നതാണ്. ആഖിറത്തെ നമ്മൾ മറന്നു പോകുന്നതാണ്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യഹ്റുമുബ്നു ആദം, അതേ ആദം സന്താനം അവനിങ്ങനെ എന്ത് ചെയ്യുന്നതാണ്? വയസ്സ് കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. അവനിങ്ങനെ വയസ്സനായി കൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ വയസ്സ് കൂടുന്തോറും അവനിൽ യുവാവാകുന്ന രണ്ട് വസ്തുക്കളുണ്ട്. അവനിൽ യുവാവാകുന്ന രണ്ട് വസ്തുക്കൾ ഏതൊക്കെയാണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വയശുബു ഫീഹിൽ ഇസ്നാൻ അൽ ഹിർസു ഫിൽ മാൽ അൽ ഹിർസു അലൽ ഉംർ. രണ്ട് കാര്യങ്ങൾ അവനിൽ ചെറുപ്പക്കാരനായിക്കൊണ്ടിരിക്കും. അവന് വയസ്സിങ്ങനെ കൂടുന്തോറും രണ്ട് കാര്യങ്ങളിൽ അവൻ ചെറുപ്പക്കാരനാകും. അതെന്തൊക്കെയാ രണ്ട് കാര്യങ്ങൾ? ഒന്ന്, മുതൽ ഒരുമിച്ച് കൂട്ടണം എന്ന അത്യാഗ്രഹം, അതവന് കൂടുകയല്ലാതെ കുറയൂല. രണ്ടാമത്തതോ സഹോദരന്മാരെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വയസ്സെനിക്ക് കൂടിക്കിട്ടിയായിരുന്നെങ്കിൽ എന്നിങ്ങനെ കൊതിക്കും. വയസ്സ് കുറച്ചും കൂടി നീണ്ടു കിട്ടിയിരുന്നെങ്കിൽ. ആ ആഗ്രഹവും അവന് ചെറുപ്പമായിക്കൊണ്ടിരിക്കും. ഓരോ ദിവസവും കൂടല്ലാതെ കുറയൂല. ഈ രണ്ട് കാര്യങ്ങൾ അവനിൽ ചെറുപ്പം ഉണ്ടാക്കുമ്പോൾ അവനെ വയസ്സനാക്കി മാറ്റും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ മരണസ്മരണയുള്ളവരായി മാറണം. മരണത്തെക്കുറിച്ച് ചിന്ത നമ്മളിൽ എപ്പോഴും ഉണ്ടാകണം. അത് തെറ്റുകൾ ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ വിട്ടുനിർത്തുന്നതാണ്, നന്മകൾ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ്. കണ്ടില്ലേ സഹോദരന്മാരെ, അങ്ങനെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മരണം തന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നതാണ്. മരിക്കുന്ന സമയത്ത് നല്ലതുപോലെ മരിക്കാൻ നമുക്ക് കഴിയുന്നതാണ്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹം അവന്റെ ആഖിറത്ത് നന്നായി മരിക്കുക എന്നതല്ലേ? അതിനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണ്? അത് മരണത്തെ കുറിച്ച് എപ്പോഴും നമ്മളിൽ ചിന്തയുണ്ടായിക്കൊണ്ടിരിക്കുക എന്നതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, മരണത്തിന് വേണ്ടി ഒരുപാട് അടയാളങ്ങൾ അല്ലാഹു പറഞ്ഞു തന്നിട്ടുണ്ട്, പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ അടയാളങ്ങൾ നമ്മളിലേക്ക് സമാഗതമായി കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മളതൊന്നും ഗൗനിക്കാതെ ഓട്ടത്തിലാണ്. വളരെ സ്പീഡിൽ അത്യാഗ്രഹം ഉള്ളതുകൊണ്ട്, നമുക്ക് ദുനിയാവ് വാരിക്കൂട്ടണം എന്ന അത്യാഗ്രഹമുള്ളത് കൊണ്ട് നാം വലിയ ഓട്ടത്തിലാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അൽ അംറാദു വൽ ഔജാഉ കുല്ലുഹാ ബരീദുൽ മൗത്ത്. നമുക്കുണ്ടാകുന്ന രോഗങ്ങൾ, നമുക്കുണ്ടാകുന്ന വേദനകൾ, ഇതെല്ലാം മരണത്തിൻ്റെ പോസ്റ്റ് കാർഡാണ്. നമുക്കയക്കുന്ന പോസ്റ്റ് കാർഡാണ്. ബാങ്കിൽ നിന്ന് നമുക്ക് വരാറില്ലേ പോസ്റ്റ് കാർഡ്? ബാങ്കിൽ പൈസ എടുത്ത ആളുകൾക്ക് ഓരോ സമയത്തിലും പൈസ തിരിച്ചടച്ചില്ലെങ്കിൽ ഇങ്ങനെ പോസ്റ്റ് കാർഡ് വന്നുകൊണ്ടിരിക്കും. ചിലരത് തീരെ ശ്രദ്ധിക്കൂല, പൊട്ടിക്കുകയില്ല, അങ്ങനെ തന്നെ വെച്ചു. അതിനെ കുറച്ചാൾ കഴിയുമ്പോൾ പിന്നെന്താ വരിക? പോലീസും പട്ടാളവും ഒക്കെ ആയിട്ട് വീട് ജപ്തി. കാരണം അതൊക്കെ അതിനകത്ത് ഉണ്ടാവും. പക്ഷെ അതൊന്നും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. നമ്മളതൊന്നും എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. എല്ലാം ബാങ്കിൽ നിന്നാണല്ലോ, അവിടെ ഇരിക്കട്ടെ, അത് ഇപ്പോൾ ചിന്തിച്ചപ്പോൾ തലവേദനയാണെന്ന് കരുതി അവിടെ എടുത്ത് വയ്ക്കും. അവസാനം പോലീസും പട്ടാളവും എല്ലാവരും വന്ന് ഇവൻ്റെ വീട് ജപ്തി ചെയ്യാൻ വന്ന് ഇവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോഴാണ് ഇവനെ അറിയാം
അതുപോലെയാണ് മരണം. മനസ്സിലായോ? മരണത്തിന്റെ അടയാളങ്ങൾ ഹബീബായ റസൂലുള്ള പറയുകയാണ്, കുല്ലുഹാ ബരീദ്, അത് മുഴുവനും എന്താണ്? നിനക്ക് വരുന്ന പോസ്റ്റ് കാർഡുകളാണ്. യുരീദുൽ മൗതാ വറുസുലുൽ മൗതി വഇദാ ഹാലൽ അജലു അത്താ മലക്കുൽ മൗതി ബിനഫ്സിഹി. ഈ പോസ്റ്റ് കാർഡുകളൊക്കെ വരുന്നത് മരണത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ്. പക്ഷേ അപ്പോഴൊന്നും നീ ചിന്തിക്കൂല. പിന്നെ അവസാനം മരണത്തിന്റെ മലക്ക് അസ്റായീൽ അലൈഹിസ്സലാം നിന്റെ അടുക്കലേക്ക് വരികയാണ്. ആ സമയത്ത് മലക്ക് പറയുന്നു, അയ്യുഹൽ അബ്ദ്, ഓ അടിമ, ഏ മനുഷ്യ, കം ഖബ്ബറ ബഅദു വകം റസൂലും ബഅദ റസൂൽ. എത്രയെത്ര വാർത്തകളാണ് നിനക്ക് പറഞ്ഞയച്ചു തന്നത്, എത്രയെത്ര ദൂതന്മാരെയാണ് നിന്നിലേക്ക് ഞാൻ പറഞ്ഞയച്ചു തന്നത്, നിന്നിലേക്ക് അയച്ചു തന്നത്. വകം ബരീദിൻ ബഅദ ബരീദ്, എത്രയെത്ര പോസ്റ്റ് കാർഡുകളാണ് നിനക്ക് വന്നത്, ഒന്നിനു ശേഷം മറ്റൊന്നായി. പക്ഷേ അന്നൽ ഖബറ ലൈസ ബുഅദാ, അതേ ഒരിക്കലും നീ എന്ത് ചെയ്തില്ല, വന്ന വർത്തമാനങ്ങളെ ഒന്നും നീ പരിഗണിച്ചില്ല. വഅനർ റസൂൽ ലൈസ ബഅദീ റസൂൽ, ഞാൻ ഇതാ മരണത്തിന്റെ ദൂതനാണ്, എനിക്ക് ശേഷം ഇനി ഒരു ദൂതൻ നിനക്ക് വരാനില്ല. നിന്നെ ഇപ്പോൾ തന്നെ ജപ്തി ചെയ്യുകയാണ് അല്ലാഹുവിനെ. അതുകൊണ്ട് അജിബ് റബ്ബക ത്വാഇആ ഔ മക്റൂഹാ, നിന്റെ റബ്ബ്, ആ റബ്ബ് പറഞ്ഞയച്ച ദൂതനാണ് ഞാൻ. അതുകൊണ്ട് നിന്റെ റബ്ബിന് നീ ഉത്തരം ചെയ്തോ. അത് നീ ഇഷ്ടപ്പെട്ടുകൊണ്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ല നിനക്ക് എതിർക്കണമെങ്കിൽ എതിർക്കാം. ഇപ്പോൾ നീ എന്ത് ചെയ്തിട്ടും ഒരു കാര്യവുമില്ല. അങ്ങനെ അവന്റെ റൂഹിനെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ റൂഹ് പിടിച്ചവൻ മരിച്ചങ്ങോട്ട് വീഴുമ്പോൾ കൂടി നിൽക്കുന്നവരെല്ലാം അട്ടഹസിച്ച് കരയാൻ തുടങ്ങും. പഠിച്ചവനെ എൻ്റെ വാപ്പിച്ച് പോയല്ലോ എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ തൊടുപുഴ ഉടുമ്പന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്ന സമയത്ത്, അവിടെ വേറെ പല മദ്ഹബുകാരായ ആളുകൾ ജീവിക്കുന്ന ഒരു പള്ളിയാണ്. അങ്ങനെ ഒരു ദിവസം ഞാൻ കയറി ചെല്ലുമ്പോൾ മരിച്ച ഉടനെ തന്നെ പള്ളിയുടെ തൊട്ടടുത്ത ഒരാൾ മരിച്ചു. വേറെ നമ്മുടെ ഷാഫി മദ്ഹബുകാരനല്ല, വേറൊരു മദ്ഹബിൽപ്പെട്ട ആളാണ്. അപ്പോൾ അവര് ഇങ്ങനെ കരയുകയാണ്. ഞാൻ ചെന്നപ്പോൾ ഭയങ്കര കരച്ചിലായി. എന്താ പറയണെന്നറിയാം, ഒരു ചെറുപ്പക്കാരൻ പയ്യൻ വാപ്പായുടെ ഈ മോൻ പറയുകയാണ്, അത്ത എന്നാണ് അവർ വാപ്പാനെ വിളിക്കുക. അത്താക്കൊന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ പൊറോട്ട ഇറച്ചി മേടിച്ചു തരൂലായിരുന്നു. അത്ത എന്തിനാ ഇങ്ങനെ വേഗത്തിൽ പോയത്, എന്നോടൊന്ന് പറഞ്ഞിട്ട് പോകാമായിരുന്നു എൻ്റെ അത്ത. കരയണയാണ്, മനസ്സിലായോ? അങ്ങനെ ആ കരച്ചില് കൊണ്ടൊന്നും പിന്നെ ഒരു കാര്യമില്ല. അപ്പൊ അത്താക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ ഇപ്പൊ തന്നെ വാങ്ങിച്ചു കൊടുത്തോളാം കേട്ടോ, അല്ലാതെ മരിച്ചു കഴിഞ്ഞിട്ട് വർത്താനം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഏതാണെങ്കിലും സഹോദരന്മാരെ, അങ്ങനെ എന്ത് ചെയ്യുകയാണ്, കൂടി നിന്നവരൊക്കെ കരയുകയാണ്. അങ്ങനെ കരയുന്ന സമയത്ത് ബഹുമാനപ്പെട്ട മലക്ക് പറയുന്നു, എന്താണ് പറയുന്നത്? മൻ തസ്റഖൂന, അവിടെ കരഞ്ഞുകൊണ്ട് അട്ടഹസിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നവരോട് പറയുകയാണ്, അലാ മൻ തസ്റഖൂൻ, ആരുടെ മേലാണ് നിങ്ങളിപ്പോ ഈ കരയുന്നത്? അലാമൻ തബുക്കൂൻ, ആരുടെ മേലാണ് നിങ്ങൾ കരയുന്നത്? ആരുടെ മേലാണ് നിങ്ങൾ അട്ടഹസിക്കുന്നത്? ഫവല്ലാഹി മാ വലംതു ലഹു
അവനോട് ഞാൻ ഒരു ദുൽമും ചെയ്തിട്ടില്ല, ഒരക്രമവും ഞാൻ അവനോട് ചെയ്തിട്ടില്ല. അതാ അവന്റെ അജലി എത്തിയപ്പോൾ മാത്രമാണ് ഞാൻ അവനെ പിടിച്ചത്. വല അകൽതു ലഹു റിസ്ഖ, അവന്റെ ഒരു റിസ്കിനെയും ഞാൻ ഭക്ഷിച്ചിട്ടില്ല. വലാ ലലംതു ലഹു അജല, അവന്റെ ഒരു അജലിനും ഞാൻ ദുൽമ ചെയ്തിട്ടില്ല. അവന്റെ ഒരു അവധിയെയും ഞാൻ പിടിച്ചെടുത്തിട്ടില്ല. അവന്റെ ഒരു റിസ്കിനെയും ഒരു ഭക്ഷണത്തെയും ഞാൻ കഴിച്ചിട്ടില്ല. ബൽ ദആഹു റബ്ബുഹു, അവനെ പിടിച്ചത് അല്ലാഹുവാണ്. അവന്റെ സമയമായപ്പോൾ അല്ലാഹ് അവനെ വിളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഫൽയബ്കിൽ ബാക്കി അലാ നഫ്സിഹി, ഇനി നിങ്ങൾ കരയേണ്ടത് അവന് രക്ഷപ്പെടാനുള്ള മാർഗത്തിന് വേണ്ടിയാണ്, അല്ലാതെ നിങ്ങളുടെ കരച്ചിലുകൾക്ക് യാതൊരു പ്രയോജനവുമില്ല. ഫഇന്ന ലീ ഫീകും ഔദാത് വഔദാത്, നിങ്ങൾ മനസ്സിലാക്കിക്കോ, എനിക്ക് ഇനി ഞാൻ ഈ പിടിച്ചുകൊണ്ട്, ഈ റൂഹ് പിടിച്ചുകൊണ്ടൊരു പോക്ക് പോകുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഇനിയും ഞാൻ ഇവിടെ തിരിച്ചു വരുന്നതാണ്, നിങ്ങളെയും ഞാൻ പിടിക്കുന്നതാണെന്ന് മഹാനായ മലക്ക് അസ്റായീൽ അലൈഹിസ്സലാം പഠിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, അപ്പോൾ മരണത്തെ കുറിച്ച് ഒരുപാട് അടയാളങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയച്ചു. ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ സംഭവം നമ്മൾ കേട്ടിട്ടുണ്ട്. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട മലക്ക് അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വരുന്നു. അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വന്നപ്പോൾ മലക്ക് നബി ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാം ചോദിച്ചു, നീ എന്നെ സന്ദർശിക്കാൻ വന്നതാണോ, അതല്ല എൻ്റെ റൂഹ് പിടിക്കാൻ വേണ്ടി വന്നതാണോ? അപ്പോൾ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒന്ന് സന്ദർശിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം മഹാനായ അസ്റായീൽ അലൈഹിസ്സലാമിനോട് പറയുകയാണ്, നീ എൻ്റെ റൂഹ് പിടിക്കാൻ വരുന്നതിന് മുമ്പ് അതിൻ്റെ കുറച്ച് അടയാളങ്ങൾ എനിക്ക് കാണിച്ചു തന്നിട്ടല്ലാതെ എൻ്റെ റൂഹിനെ നീ പിടിക്കാൻ വരരുത്. അങ്ങനെ കുറെ കാലം കഴിഞ്ഞു. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം അതാ മഹാനായ അസ്റായീൽ അലൈഹിസ്സലാം അതാ വരികയാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ റൂഹ് പിടിക്കാനായി വരികയാണ്. അപ്പോഴും ചോദിച്ചു, എന്നെ സന്ദർശിക്കാൻ വേണ്ടി വരികയാണോ, അതല്ല എൻ്റെ റൂഹ് പിടിക്കാൻ വേണ്ടി വരികയാണോ? അപ്പോൾ പറഞ്ഞു, ഇപ്പോൾ ഞാൻ റൂഹ് പിടിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ യാക്കൂബ് നബി അലൈഹിസ്സലാം ചോദിച്ചു, അതല്ല അസ്റായീലേ, ഞാനും നീയുമായിട്ട് ഒരു കരാറുണ്ടല്ലോ, അഥവാ എൻ്റെ റൂഹിനെ നീ പിടിക്കാൻ വരുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് അടയാളങ്ങൾ കാണിച്ചു തന്നിട്ടല്ലാതെ നീ എൻ്റെ റൂഹ് പിടിക്കാൻ വരികയില്ലെന്ന് എന്നോട് കരാറ് ചെയ്തതല്ലേ, പിന്നെ എന്താണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ ഇപ്പോൾ പെട്ടെന്ന് നീ കടന്നു വന്നിരിക്കുന്നത്? മഹാനായ അസ്റായീൽ അലൈഹിസ്സലാം പറഞ്ഞു, അതേ, ഞാൻ അങ്ങയിലേക്ക് ഒന്നല്ല രണ്ടല്ല 3 അടയാളങ്ങളെ പറഞ്ഞയച്ചിട്ടുണ്ട്. 3 അടയാളങ്ങൾ, 3 സിഗ്നലുകൾ അങ്ങയ്ക്ക് തന്നതിന് ശേഷം മാത്രമാണ് ഞാനിതാ അങ്ങയുടെ റൂഹ് പിടിക്കാൻ വന്നിരിക്കുന്നത്. ഒന്നാമത്തെ അടയാളം എന്താണ്? അത് അങ്ങയുടെ മുടിയുണ്ടല്ലോ, അതേ, ബയാദു ശഅരിക ബഅദ സവാദിഹി, അങ്ങയുടെ മുടി അത് നല്ല കറുത്തു തുടുത്ത മുടിയായിരുന്നില്ലേ, ആ മുടി പിന്നീട് വെളുത്തത് അങ്ങ് കണ്ടില്ലേ? അത് അങ്ങയുടെ മരണത്തിലേക്കുള്ള ഒന്നാമത്തെ അടയാളമായിരുന്നു. രണ്ടാമത്തെ അടയാളം എന്താണെന്നറിയുമോ? അത് അങ്ങയുടെ ശരീരം ബുഅ്ഫു ബദനിക ബഅദ ഖുവ്വതിഹി, നേരത്തെ അങ്ങ്
അങ്ങക്ക് നല്ല ആരോഗ്യമുണ്ടായിരുന്നില്ലേ? ഏത് കയറ്റവും കയറാനും ഏത് വലിയ കിടങ്ങുകൾ എടുത്തു ചാടാനും അതുപോലെ എത്ര ദൂരത്തിൽ പോകാനും അങ്ങക്ക് യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ലല്ലോ. നല്ല ശക്തമായ ആരോഗ്യമുള്ള ശരീരമായിരുന്നില്ലേ? പിന്നീട് ആ ശരീരത്തിൻ്റെ ആരോഗ്യം കുറഞ്ഞില്ലേ? സ്റ്റെപ്പ് കയറാൻ പ്രയാസമായില്ലേ? കിടക്കാൻ വിഷമമായില്ലേ? നടക്കാൻ ബുദ്ധിമുട്ടായില്ലേ? ശരീരം അതിൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ട് അത് ബലഹീനമായത് അങ്ങ് കണ്ടില്ലേ? അത് രണ്ടാമത്തെ ദൂതനായിരുന്നു. പിന്നെയോ ഇൻഹിനാഉ ജസദിക ബഅദ ഇസ്തിഖാമതിഹി, അങ്ങയുടെ ശരീരം അതിങ്ങനെ നേരെ നിന്ന് നടന്നയാളല്ലേ. ഞാൻ ആരുടെ മുമ്പിലും തലകുനിക്കില്ലെന്ന് അഭിമാനത്തോടെ പറഞ്ഞിരുന്നവരല്ലേ. പിന്നീട് എന്തായി? അറിയാതെ തല കുനിഞ്ഞു പോയില്ലേ? അങ്ങയുടെ നടുകുനിഞ്ഞു പോയില്ലേ? അങ്ങൊരു റുക്കൂഇന്റെ അവസ്ഥയിലേക്ക് എത്തിയില്ലേ? അത് അങ്ങയുടെ മൂന്നാമത്തെ ദൂതനാണ്. മദദ്ദഹുറു വൽ അയ്യാമു വൽ ഖൽബു ഗാഫിലു വജാഅ റസൂലുൽ മൗതി വൽ ഖൽബു ഗാഫിലു. കാലഘട്ടങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. കാലഘട്ടങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. ദിവസങ്ങൾ അത് വെളുക്കുന്നു, രാത്രിയാകുന്നു. എന്നാലോ നമ്മൾ അറിയുന്നില്ല. വജാഅ റസൂലുൽ മൗതി, മരണത്തിൻ്റെ ദൂതൻ നമ്മളിലേക്ക് കടന്നു വരുന്നുണ്ട്. പക്ഷേ നമ്മൾ അറിയുന്നില്ല. വൽ ഖൽബു ഗാഫിലു, നമ്മുടെ ഹൃദയം അശ്രദ്ധമാണ്. അതുകൊണ്ട് ആ അങ്ങയുടെ അടുക്കലേക്ക് മരണത്തിൻ്റെ ദൂതൻ കടന്നു വന്നിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത്, നിന്റെ അടുക്കലേക്ക് അതാ ദൂതന്മാർ വരുന്നു, അതാ പോസ്റ്റ് കാർഡുകൾ വരുന്നു, അതുപോലെ കത്തുകൾ വരുന്നു. പൊട്ടിച്ചു നോക്കാൻ നീ തയ്യാറാകാതെ അശ്രദ്ധമായി ദുനിയാവിങ്ങനെ വാരിക്കൂട്ടാൻ നീ ഓടുകയാണ്. അത് നിനക്ക് അപകടമാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് നമ്മുടെ ശരീരം അവസാനം നമ്മുടെ റൂഹ് പിടിക്കുന്ന അവസരത്തിൽ ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് കാര്യമില്ല. റൂഹ് പിടിക്കുന്ന അവസരത്തിൽ ആരും ബഹളമുണ്ടാക്കിയിട്ട് കാര്യമില്ല. അസ്റായീൽ പറയും, ഞാൻ നിങ്ങളുടെ ആരുടെയും അവധി എത്തുന്നതിന് മുമ്പ് നിങ്ങളെ പിടിച്ചിട്ടില്ല, നിങ്ങളുടെ റിസ്ക് ഞാൻ ഏറ്റെടുത്തിട്ടില്ല, ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അള്ളാഹു വിളിച്ചു, ഞാൻ അതിനുത്തരം ചെയ്തു എന്നാണ് പറയുക. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നമ്മുടെ ശരീരം മരണത്തെ ഒരിക്കൽ രുചി നോക്കുന്നതാണ്. മരണമെന്ന് പറഞ്ഞാൽ അതൊരു ഭീകരമായ സംഭവമാണെന്ന് നമ്മൾ ചിന്തിക്കണം. അത്ര സുഖകരമായ കാര്യമല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ പറഞ്ഞു പോയതാണ്, ഇന്നലിൽ മൗതി ലസക്കറാത്ത്, മരണത്തിന് അസഹ്യമായ വേദനയുണ്ടെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു മരണാസന്നനായ മനുഷ്യന്റെ അവസ്ഥ വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്, നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾ പരസ്പരം നമ്മളോട് വിട പറയുന്ന ഒരു സന്ദർഭമുണ്ട്. മനുഷ്യന്റെ ഹൃദയം പൊട്ടുന്ന സന്ദർഭമാണ്, കൽബ് പതറുന്ന സന്ദർഭമാണ്. മരണത്തിൻ്റെ അടയാളങ്ങൾ സഹോദരന്മാരെ 40 ദിവസം മുമ്പ് മുതൽ നമ്മളിൽ അതാ ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു. അതല്ല, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മരണത്തിൻ്റെ അടയാളങ്ങൾ നമ്മളിൽ കണ്ടു തുടങ്ങും എന്ന് പറയുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മരണത്തിൻ്റെ അടയാളങ്ങൾ മരിക്കുന്നവന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ കാണുന്ന ഒരു രൂപമാണ്
നമ്മുടെ അവയവങ്ങൾ പരസ്പരം യാത്ര പറയുന്ന ഒരു സന്ദർഭമുണ്ട്. നമ്മുടെ കൈകൾ, നമ്മുടെ കാലുകൾ, നമ്മുടെ കണ്ണുകൾ, നമ്മളുടെ ശരീരാവയവങ്ങൾ എന്ത് തെറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴും, എന്ത് നന്മ ചെയ്യാൻ വേണ്ടി പോകുമ്പോഴും നമ്മുടെ വലത് കാല് എടുത്ത് നമ്മൾ വച്ചാൽ ഇടത് കാല് ഉടനെ കൂടെ ഇറങ്ങുന്നതാണ്. അതുപോലെ നമ്മുടെ വലത് കൈ നീട്ടിക്കഴിഞ്ഞാൽ ഇടത് കൈ കൂടെ നിൽക്കുന്നതാണ്. അതേ ഇടത് കൈ പറയൂല, നീ നന്മ ചെയ്യാനല്ലല്ലോ പോകുന്നത്, അതുകൊണ്ട് ഇന്ന് ഞാൻ വരുന്നില്ലെന്ന് ഇടത് കൈ പറയുന്നില്ല. അതുപോലെ തിന്മ ചെയ്യുന്ന സമയത്ത്, നന്മ ചെയ്യുന്ന സമയത്ത് നന്മ ചെയ്യുകയാണല്ലോ, അതുകൊണ്ട് ഞാൻ വരുന്നില്ലെന്ന് പറയുന്നില്ല. നമ്മുടെ അവയവങ്ങൾ ഓരോന്നും നമ്മുടെ കൂടെ നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഉറക്കത്തിലും ഉണർവിലും നമ്മളുടെ മുഴുവൻ സമയങ്ങളിലും നമ്മുടെ കൂടെ നിന്നിരുന്ന കൈകൾ അതാ പരസ്പരം സലാം പറഞ്ഞു പിരിയുകയാണ്. അസ്സലാമു അലൈക യാ ഹബീബി തുഫാരിഖുനി ഉഫാരിഖുക ഇലാ യൗമിൽ ആഖിറ ഇലാ യൗമിൽ ഖിയാമ. അതേ വലത് കൈ ഇടത് കൈയോട് പറയുകയാണ്, എൻ്റെ ഹബീബേ, എൻ്റെ കരളിൻ്റെ കഷ്ണമേ, എൻ്റെ സ്നേഹനിധിയേ, ഞാനിതാ നീയുമായി വിട്ടുപിരിയുകയാണ്. ഉഫാരിഖുക, നിന്നെ ഞാൻ വിട്ടുപിരിയുകയാണ്. ഇനി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് ഇലാ യൗമിൽ ഖിയാമ, യൗമുൽ ഖിയാമയിലാണ് ഇനി നമ്മൾ തമ്മിൽ നിന്നെ കണ്ടുമുട്ടുകയുള്ളൂ. അതുപോലെ ഇടത് കൈ വലത് കൈയിനോടും പറയുകയാണ്. അതുപോലെ വലത് കാല് ഇടത് കാലിനോട് വിട പറയുകയാണ്, വലത് കാലിനോട് ഇടത് കാല് വിട പറയുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് സഹോദരന്മാരെ, സ്നേഹനിധികളായ ഭാര്യ ഭർത്താക്കൾ അതാ കുറെ കാലം കഴിഞ്ഞപ്പോൾ ഗൾഫിലേക്കൊരു വിസ കിട്ടുന്നു. ആ വിസയുമായിട്ട് പോകാനൊരുങ്ങുന്ന ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു പെണ്ണിൻ്റെ കൽബ് എത്രമാത്രം മുറിവേറ്റിട്ടുണ്ടാകും, വേദനിക്കുന്നുണ്ടാകും. എന്നാൽ അതിനേക്കാളും വലിയ വേദനയാണ് സ്വന്തം കൈകൾ തമ്മിൽ പരസ്പരം വിട പറയുന്ന സന്ദർഭത്തിലുള്ളത്. കേവലം വേദന മാത്രമല്ലല്ലോ, ഭയവും കൂടി ഉൾപ്പെടുകയാണല്ലോ. അതാ അതുപോലെ കണ്ണിനോട് യാത്ര പറയുന്നു, അവയവങ്ങൾ ഓരോന്നും മറ്റേ അവയവത്തിനോട് യാത്ര പറയുന്നു. അത് കണ്ടു നിൽക്കാൻ മനുഷ്യന് കഴിയൂല. അതുകൊണ്ട് തന്നെ അത് കാണാനുള്ള കണ്ണ് മനുഷ്യൻ അല്ലാഹു കൊടുത്തില്ല. സഹോദരന്മാരെ, അങ്ങനെ അസ്റായീൽ വന്നു കഴിഞ്ഞാൽ, അസ്റായീൽ നമ്മളുടെ കാല് മുതലാണ് നമ്മുടെ റൂഹിനെ പിടിക്കുന്നത് എന്നാണ് പറയുന്നത്. കാലിൻ്റെ വിരല് മുതലാണ് റൂഹിനെ പിടിക്കുന്നത്. റൂഹിനെ പിടിക്കുന്ന മലക്കുകൾ ഒരാളാണോ പല ആളുകളാണോ ആളുകൾ എന്ന് പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. വലിയ ചർച്ച നടന്ന സംഭവമാണ്. അസ്റായീൽ എന്ന് പറയുന്നത് ഒരു മലക്കാണോ അതല്ല പല മലക്കുകളാണോ? പല അഭിപ്രായങ്ങൾ പറയുന്നു. നമ്മുടെ വിരല് മുതൽ നമ്മുടെ കണ്ണങ്കാല് വരെ ഒരു മലക്ക്, ഒരു സംഘം മലക്കുകൾ റൂഹിനെ പിടിക്കുന്നു. റൂഹിനെ പിടിക്കുക എന്ന് പറയുന്ന പരിപാടി അതത്ര നിസാരമായ കാര്യമല്ല, നല്ല അധ്വാനമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് റൂഹിനെ പിടിക്കുന്ന മനുഷ്യൻ അതാ ദാഹപരവശനാകുന്നു. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലോകത്തുള്ള എല്ലാ ബഹറുകളിൽ നിന്നും മോട്ടറുകൾ വെച്ച് പമ്പ് ചെയ്ത് ഇവൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്ത് ആ വെള്ളം മുഴുവനും ഇവൻ കുടിച്ചാലും അവൻ്റെ ദാഹപരവേശം മാറുകയില്ല. അത്ര വലിയ പരവേശമാണ് ആ റൂഹ് പിടിക്കുന്ന സന്ദർഭത്തിലുള്ളത്. നമ്മൾ
പറയാറില്ലേ, ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദിരീങ്ങളാൽ തുണ റബ്ബനാ. അതേ റൂഹ് പിടിച്ച് നമ്മുടെ കണ്ണങ്കാല് വരെ റൂഹ് പിടിച്ചു. അവിടെ നിന്ന് മറ്റൊരു സംഘം വരുന്നു, അവര് നമ്മുടെ മുട്ടുവരെ റൂഹ് പിടിക്കുന്നു. ഇനി വേറൊരു സംഘമാണ് നമ്മുടെ അരവരെ റൂഹ് പിടിക്കുന്നു. അങ്ങനെ പിടിച്ച് നമ്മുടെ തൊണ്ടക്കുഴിയിൽ റൂഹെത്തുകയാണ്. തൊണ്ടക്കുഴിയിൽ റൂഹെത്തുന്ന സമയമാണ് ഏറ്റവും പ്രയാസപ്പെടുന്ന ഘട്ടം. ആ സമയത്ത് സഹോദരന്മാരെ നമ്മൾ ചിന്തിക്കണം, ആര് എന്ത് തന്നാലും അത് കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്ന സന്ദർഭമാണ്. അപ്പോഴാണ് ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി നമ്മുടെ അരികിലേക്ക് വരികയാണ്. അവൻ്റെ കയ്യിൽ നല്ല സുന്ദരമായ കുടിക്കാൻ തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള പാനീയമുണ്ട്. ആ പാനീയവുമായിട്ട് അവൻ വരുന്നു. ഇബ്ലീസ് വരുന്നത് ഇബ്ലീസിന്റെ കോലത്തിലല്ല, മറിച്ച് ഈ മനുഷ്യന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ ആരാണോ ആ ആളുടെ രൂപത്തിലാണ് ഇബ്ലീസ് അവൻ്റെ അരികിലേക്ക് വരുന്നത്. അഥവാ ഇവൻ സുഖമില്ലാതെ ഒരുപാട് കാലം കിടന്നവനാണ്. അങ്ങനെ കിടന്നപ്പോൾ ഇവനെ മുഴുവൻ പരിചരിച്ചത് ഇവൻ്റെ ഭാര്യയാണെങ്കിൽ, ഇവന് ഏറ്റവും ഇഷ്ടപ്പെട്ടയാൾ ഇവൻ്റെ ഭാര്യയാണെങ്കിൽ ആ ഭാര്യയുടെ രൂപത്തിലാണ് വരുന്നത്. ഇവൻ്റെ ഉമ്മയാണ് ഇവനെ ഏറ്റവും ഇഷ്ടപ്പെട്ടതെങ്കിൽ ആ ഉമ്മയുടെ രൂപത്തിൽ വരികയാണ്. ഇവൻ്റെ വാപ്പയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെങ്കിൽ വാപ്പയുടെ രൂപത്തിൽ വരികയാണ്. മക്കളാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെങ്കിൽ മക്കളുടെ രൂപത്തിൽ വരികയാണ്. എന്നിട്ട് വന്നിട്ട് പറയുന്നു, ഓ കരളിൻ്റെ കഷ്ണമായ ഭർത്താവേ. ഭാര്യയാണെങ്കിൽ പറയും ആ രൂപത്തിൽ ഇവൻ പറയുകയാണ്, എൻ്റെ കരളിൻ്റെ കഷ്ണമായ ഭർത്താവേ, നിങ്ങൾ എത്ര വേദനിക്കുകയാണ്, വിഷമിക്കുകയാണ്, നിങ്ങൾ വെള്ളത്തിന് വളരെ ആവശ്യപ്പെട്ടിരിക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാനീയവുമായി ഞാൻ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പാനീയം നിങ്ങൾ കുടിക്കൂ എന്ന് പറയുമ്പോൾ കൈ നീട്ടുന്ന സമയത്ത് അവര് പറയുകയാണ്, അല്ലാഹുവിൻ്റെ സ്ഥാനത്തുള്ള ഒരു റബ്ബാണ് ഞാനെന്ന് പറയൂ ഭർത്താവേ. കാരണം ഞാൻ ഇത്രയും പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങൾക്ക് വെള്ളം എത്തിച്ചു തന്നവളല്ലേ. അപ്പോൾ ഈമാൻ കുറഞ്ഞ മനുഷ്യൻ അറിയാതെ പറഞ്ഞു പോകും, എൻ്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി, നീ എൻ്റെ റബ്ബിനു തുല്യമാണ്. പ്രിയപ്പെട്ട ഉമ്മ, നീ എൻ്റെ റബ്ബിനു തുല്യമാണ് എന്ന് പറഞ്ഞു പോകുന്ന കാലിടറുന്ന സമയമാണ്. അതാണ് നമ്മുടെ കാർന്നോമാര് നമ്മളെ ചൊല്ലിപ്പഠിപ്പിച്ചത്. മോനെ, അതൊരു ഭീകരമായ വിഭത്സകരമായ അവസ്ഥയാണ്. അതുകൊണ്ട് ചൊല്ലിക്കോ, ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദിരീങ്ങളാൽ തുണ റബ്ബനാ. വെള്ളത്തിന് ദാഹിച്ച് പരവശനാകുന്ന സമയത്ത്, ഇബ്ലീസ് വന്ന് എന്നെ പിഴപ്പിക്കുന്ന സമയത്ത്, ബദരീങ്ങളുടെ കാവല് കൊണ്ട് എന്നെ കാക്കണേ എന്ന് പറഞ്ഞെങ്കിൽ മഹാനായ ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, മുരീദി തമസ്സക് ബി വകുൻ ബി വാസിഖാ അഹ്മീക ഫിദ്ദുനിയാ വയൗമൽ ഖിയാമത്തി. എൻ്റെ മുരീദേ, നീ എന്നെ മുറുകെ പിടിച്ചോ. നിന്നെ എന്നാൽ ഞാൻ ദുനിയാവിൽ നിന്റെ കൈ പിടിച്ചുകൊള്ളാം. മരിക്കുന്ന സമയത്ത് മഹാനായ ഗൗസുൽ ആലം തങ്ങൾ വന്നിട്ട് ഇബ്ലീസാവരേച്ചാ ദീപാനായി ചെന്നാരേ, ഇബ്ലീസാവരെ ഇബ്ലീസെ ആട്ടി ഓടി ഓടിച്ചു വിട്ടോവർ
റസൂലുള്ളാഹി തങ്ങളുടെ കാവല് കിട്ടാൻ, ബദരീങ്ങളുടെ കാവല് കിട്ടാൻ നമ്മളെപ്പോഴും ദുആ ചെയ്യണം സഹോദരന്മാരെ. വലിയൊരു അവസ്ഥയാണ്. അങ്ങനെ മരിക്കുന്ന സന്ദർഭത്തിൽ ഈമാൻ കിട്ടി മരിക്കേണ്ടത് അല്ലാഹു അനുഗ്രഹിച്ച ആളുകളുടെ ബഹുമാനമാണ്. അതിന് ഹബീബായ റസൂലുള്ളാഹി പല കാരണങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലൊരു പ്രത്യേകമായ പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാ ദിവസവും യാസീൻ ഓതുക. യാസീൻ ഓതിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരാൾ മരണാസന്നനായ ആളുടെ അരികിൽ നിന്ന് യാസീൻ ഓതിക്കഴിഞ്ഞാൽ അവിടെ ആ യാസീനിന്റെ ഹർഫിന്റെ ഒരു ഹർഫിന് 10 മലക്കുകൾ എന്ന നിലക്ക് അവന്റെ ചുറ്റുഭാഗത്തും ഒരുമിച്ച് കൂടുന്നതാണ്. ഏകദേശം 1500 ചില്ലാനും ഹർഫുകൾ യാസീനിലുണ്ട്. അപ്പോൾ 15000 ചില്ലാനും മലക്കുകൾ അവന്റെ ചുറ്റും വന്ന് നിൽക്കുന്നതാണ്. എന്നിട്ടോ ആ മലക്കുകൾ വന്നിട്ട് ഇവന് വേണ്ടി ദുആ ചെയ്യുകയും ഇവന് വേണ്ടി പൊറുക്കലിനെ തേടുകയും ചെയ്യുന്നു. അത് എപ്പോൾ വരെയാണ് എന്ന് മാത്രമല്ല, അങ്ങനെ മലക്കുകളെല്ലാം ഹാജരായി കഴിയുമ്പോൾ, പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുമ്പോൾ മഹാനായ റിദ്വാൻ അലൈഹിസ്സലാം ഇവന്റെ അടുക്കലേക്ക് വരികയാണ്. അങ്ങനെ റിദ്വാൻ അലൈഹിസ്സലാം വരുമ്പോൾ റിദ്വാൻ അലൈഹിസ്സലാമിന്റെ കയ്യിൽ നല്ല സ്വർഗത്തിലെ വെള്ളവുമായിട്ടാണ് വരുന്നത്. ആ വെള്ളം ഇവന് അവന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. അങ്ങനെ ആ വെള്ളം അവൻ കുടിച്ചു കഴിഞ്ഞാൽ ലാ യഗ്മഉ അബദാ, പിന്നെ ഒരിക്കലും അവന് ദാഹമുണ്ടാകില്ല. അങ്ങനെ ആ മനുഷ്യൻ സന്തോഷത്തോടെ മരിക്കുകയാണ്. മരിച്ചു കഴിഞ്ഞാൽ ഈ മലക്കുകൾ മുഴുവനും അതാ അവന്റെ ജനാസയുടെ ഓരോ പരിപാലനത്തിലും പങ്കെടുക്കുന്നു. അവസാനം പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ, നിസ്കരിക്കാനായി കൊണ്ടുപോകുമ്പോൾ അവന്റെ കൂടെ ഈ മലക്കുകൾ അവനെ അനുധാവനം ചെയ്യുന്നു. ഖബറിലേക്ക് വെക്കുമ്പോൾ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകുന്നു. അങ്ങനെ മലക്കുകളുടെ സാന്നിധ്യത്തിൽ ഖബറിൽ വെച്ച് ഖബറടക്കി എല്ലാവരും ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ അവിടെ അതാ എല്ലാവരും പോരുന്ന സമയത്ത് ആ ഖബറിലേക്ക് ഒരു മലക്ക് കടന്നു വരുന്നു. മഹാനായ ലാലിക്കായി റളിയല്ലാഹു അൻഹു തന്റെ കിതാബിൽ ഉദ്ധരിക്കുന്നത് കാണാം. ആ ഖബറിലേക്ക് ഒരു മലക്ക് കടന്നു ചെല്ലുന്നതാണ്. അത് ഏത് മലക്കാണ്? മുങ്കറും നക്കീറുമല്ല, അല്ലാതൊരു മലക്ക് കടന്നു ചെല്ലും. എന്തിനാണ് ഈ മലക്ക് ചെല്ലുന്നതെന്നറിയുമോ? ഈ ഖബറിൽ കിടക്കുന്നയാൾക്ക് ട്യൂഷൻ എടുക്കാനാണ്. ട്യൂഷൻ ഫീസ് നേരത്തെ കെട്ടിയവർക്ക് അവിടെ ട്യൂഷൻ ആള് വരും. എന്താ ട്യൂഷൻ? ആ മലക്ക് അവനെ പറഞ്ഞു പഠിപ്പിക്കുന്നു. എന്തു പഠിപ്പിക്കുന്നു? ഇനി ഇവിടെ 2 മലക്കുകൾ വരുന്നതാണ്. അവര് നിന്നോട് കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. അങ്ങനെ ചോദിക്കുമ്പോൾ അതിന് നീ പറയേണ്ട മറുപടി ഇന്നതാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ആ മനുഷ്യൻ അതെല്ലാം പഠിച്ചതിന് ശേഷമാണ് അവന്റെ അടുക്കലേക്ക് മലക്ക് മുങ്കറും നക്കീറും അലൈഹിമുസ്സലാത്തു വസ്സലാം കടന്നു വരുന്നത്. അവര് ചോദിക്കുമ്പോൾ അവരുടെ 1ാമത്തെ ചോദ്യത്തിന് തന്നെയുള്ള മറുപടി കേൾക്കുമ്പോൾ പിന്നെ മുങ്കറും നക്കീറിന് ചോദിക്കേണ്ടി വരില്ല. ചോദ്യം പല രൂപത്തിലുണ്ട് സഹോദരന്മാരെ. ഒറ്റ ചോദ്യം കൊണ്ട് അവസാനിക്കുന്നതുണ്ട്. ആ ചോദ്യം അങ്ങനെ 3 ദിവസം വരെ നീണ്ടു നിൽക്കുന്നവരുണ്ട്, 7 ദിവസം വരെ നീണ്ടു നിൽക്കുന്നവരുണ്ട്, 40 ദിവസം വരെ ചോദ്യം നീണ്ടു നിൽക്കുന്നവരുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെ മർത്തബ അനുസരിച്ചാണ് ചോദ്യമുള്ളത്. ആ 1ാമത്തെ ചോദ്യം തന്നെ നല്ല ഫിനിഷായ ഉത്തരം പറഞ്ഞാൽ പിന്നെ ചോദ്യമുണ്ടാകൂല.
അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നല്ല മരണം നമുക്ക് കിട്ടാൻ നമ്മൾ പരിശ്രമിക്കണം. അതിനുവേണ്ടി നന്നായി അധ്വാനിക്കണം. നല്ലവരൊക്കെ അങ്ങനെ മരിച്ചുപോയവരാണ്. അവരുടെ ജീവിതത്തിൽ അത്തരം നല്ല ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ കേട്ടില്ലേ, മഹാനായ സയ്യിദുനാ ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് രോഗാവസ്ഥയിൽ കിടക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു ശിഷ്യൻ കടന്നു വരികയാണ്. എന്നിട്ട് ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുകയാണ്, ഉസ്താദേ, അങ്ങയുടെ അവസ്ഥ എന്താണ് ഉസ്താദേ? ആ സമയത്ത് ഉസ്താദായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അസ്ബഹതു മിനദ് ദുനിയാ റാഹിലാ. മോനെ, ഞാൻ ഈ ദുനിയാവിൽ നിന്ന് യാത്ര പോകാൻ പോവുകയാണ്. യാത്രയ്ക്കുള്ള സമയമായി പോയി മോനെ. വമിൻ ഇഖ്വാനി മുഫാരിഖാ, എൻ്റെ എല്ലാ സഹോദരങ്ങളോടും ഞാൻ വിട്ടുപിരിയുകയാണ്. വലിൽ കഅ്സിൽ മനായാ ശാരിബാ, മരണത്തിൻ്റെ രുചി ഞാനിതാ ആസ്വദിക്കാൻ പോവുകയാണ്. വഅലല്ലാഹി വാരിദാ, അല്ലാഹുവിലേക്ക് ഞാൻ മടങ്ങുകയാണ് മോനെ. വലാ അദിരി റൂഹി തസീറു ഇലൽ ജന്നാ ഫഉഹന്നിഹാ അം ഇലൻ നാരി ഫഉസിഹാ. മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സഹോദരന്മാരെ, ഉമ്മമാരെ, ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു അവസ്ഥയാണ്. ആരാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു? ഞാനും നിങ്ങളുമാകുന്ന ലക്ഷോപലക്ഷം ശാഫിഈയാക്കളായ മുഅ്മിനീങ്ങൾ ഒരു സൽക്കർമ്മം ചെയ്താൽ അതിൻ്റെ ഒരു മിസ്ലു സവാബ് ശാഫിഈ ഇമാമിൻ്റെ അക്കൗണ്ടിലേക്ക് എത്താതിരിക്കില്ല. അങ്ങനത്തെ മഹാനായ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു മിസ്ർ സന്ദർശിക്കുന്ന സമയത്ത് മഹാനായ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദ്റത്തിലേക്ക് എത്തിയപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത്, നമ്മുടെ എല്ലാം ഒരു ഉമ്മയെ ഒരുപാട് കാലമായിട്ട് കാണാതെ വരുമ്പോൾ ആ ഉമ്മയെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സന്ദർഭമുണ്ടായാൽ നമ്മുടെ വികാരം എന്താണോ അതേ വികാരമാണ് അവിടെ കൂടിയ മുഅ്മിനീങ്ങൾക്ക് പെട്ടെന്നുണ്ടായത്. കാരണം ലോകത്തുള്ള എല്ലാ ശാഫിഈയാക്കളുടെയും സൽക്കർമ്മങ്ങൾ, അമലുകളെ ചിട്ടപ്പെടുത്തി അവർക്ക് അവരെ നന്മയുടെ പാതയിലേക്ക് ചലിപ്പിക്കാൻ വരച്ചു കാണിച്ചു വെച്ച നേതൃത്വമാണ് മഹാനായ ഇമാമുന ശാഫിഈ. ആ ശാഫിഈ ഇമാമു പറയുകയാണ്, എന്താണ് പറയുന്നതെന്നറിയുമോ? അല്ലാഹുവേ, എനിക്ക് നിന്നോട് പറയാനുള്ളത് എന്താണെന്നറിയുമോ? വലാ അദിരി. ആ ശിഷ്യനോട് മഹാനായ ശാഫിഈ ഇമാം പറഞ്ഞു കൊടുക്കുകയാണ്, വലാ അദിരി റൂഹി തസീറു ഇലൽ ജന്ന, എൻ്റെ റൂഹ് അത് സ്വർഗത്തിലേക്കാണോ പോകുന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഉഹന്നീഹ, ഞാനതിന് ആശംസ അറിയിക്കുകയാണ്. അം ഇലന്നാർ, അതല്ല, എൻ്റെ റൂഹ് നരകത്തിലേക്കാണോ പോകുന്നത്? ഞാൻ അതിനോട് അനുശോചനം അറിയിക്കുകയാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ അവിടെ നിന്ന് പാടുകയാണ്, വലമ്മാ ഖസാ ഖൽബി വളഖത് മദാഹിബി ജഅൽതു റജാലി അബൂക സുല്ലമാ
تعظمني ذنبي فلما قرنته بعفوك ربي كان عفوك أعظما. ഞാൻ എൻ്റെ തെറ്റുകളെ കുറിച്ച് ഞാൻ ചിന്തിച്ചു, എൻ്റെ ഹൃദയം കടുത്തുപോയതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചു. എൻ്റെ എല്ലാ ഗേറ്റുകളും അടഞ്ഞുപോയി, എല്ലാ വാതിലുകളും എൻ്റെ മുന്നിൽ അടഞ്ഞുപോയി. എനിക്ക് എവിടേക്കും പോകാൻ ഇടമില്ലാതെ ആയി മാറിപ്പോയി. ആ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് ജഅൽതു റജാഇ അഫൂക അസുല്ലമാ. അള്ളാഹുവിൻ്റെ അഫുവാകുന്ന പടച്ചവനിലേക്ക് ഞാൻ എൻ്റെ പ്രതീക്ഷ അർപ്പിക്കുകയാണ്. ആ ഒരു കോണിപ്പടിയല്ലാതെ മറ്റുള്ളതെല്ലാം എൻ്റെ മുന്നിലടഞ്ഞിരിക്കുകയാണ്. കാരണം തഅളമനീ ദംബി ഫലമ്മാ ഖറൻതുഹു بعفوك ربي كان عفوك أعظما. ഞാൻ എൻ്റെ പാപത്തിൻ്റെ ഭീകരതയെക്കുറിച്ച് ചിന്തിച്ചു നോക്കി, അതിൻ്റെ വലിപ്പത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കി. ആ പാപഭാരങ്ങൾ മുഴുവനും ഞാൻ എവിടെ കൊണ്ടുപോയി എറിയും എന്ന പേടി എൻ്റെ മനസ്സിലേക്ക് വന്നു. പക്ഷേ എൻ്റെ പാപങ്ങൾ പർവ്വതത്തെക്കാളും വലുതാണെങ്കിലും, അത് വലിയ വലിപ്പമുള്ളതാണെങ്കിലും, എൻ്റെ റബ്ബിൻ്റെ അഫുവുമായിട്ട് ഞാനത് തട്ടിച്ചു നോക്കിയപ്പോൾ എൻ്റെ റബ്ബിൻ്റെ അഫുവാണ് എൻ്റെ പാപത്തിനേക്കാളും വലുത് എന്ന് ഞാൻ മനസ്സിലാക്കി. ആ ഒരു പ്രതീക്ഷ മാത്രമാണ് മോനെ ഉള്ളതെന്ന് മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചുവെങ്കിൽ സഹോദരിമാരെ, സഹോദരന്മാരെ, അതുകൊണ്ട് നമ്മൾ മരണം അത്ര നിസ്സാരമല്ലെന്ന് ചിന്തിച്ചുകൊണ്ട് അതിനെപ്പറ്റി ജീവിച്ച ആളുകൾ, അതിനെ ഓർത്ത് ജീവിച്ചവർ സന്തോഷത്തോടെ മരിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കി. നിങ്ങൾ കേട്ടില്ലേ മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ റസൂലിനെ വല്ലാതെ സ്നേഹിച്ച നേതൃത്വമാണ്, മുത്തുനബിയുടെ ഇഷ്ടപ്പെട്ട സ്വഹാബിയാണ്. ആ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി മദീനത്ത് വഫാത്തായി കഴിഞ്ഞപ്പോൾ അല്ലാഹുവിൻ്റെ റസൂലില്ലാത്ത മദീനയിൽ ഇനി എനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ആഫ്രിക്കൻ നാടുകളിലേക്ക് യാത്ര പോയ ബിലാൽ റളിയല്ലാഹു അൻഹു, ആ ബിലാൽ റളിയല്ലാഹു അൻഹു മരണാസന്നനായി കഴിയുമ്പോൾ തൻ്റെ ഭാര്യ അടുത്ത് വന്നുകൊണ്ട് കരയുകയാണ്. ആ സമയത്തിൽ ഭാര്യയോട് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട പെണ്ണേ, നീ എന്തിനാണ് കരയുന്നത്? നീ ഇപ്പോൾ സന്തോഷിക്കേണ്ട സമയമല്ലേ? കാരണം എൻ്റെ ഈ മരണം അങ്ങോട്ട് കഴിഞ്ഞാൽ എനിക്കെൻ്റെ ഹബീബിൻ്റെ അരികിലേക്ക് ചെന്ന് ചേരാമല്ലോ. അതുകൊണ്ട് സന്തോഷിക്കേണ്ട നേരമാണ് ഈ നേരമെന്ന് പറഞ്ഞ് നന്നായി മരണപ്പെട്ടു പോയ മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, അതുപോലെയുള്ള മഹാന്മാര് മഹദികളുടെ ചരിത്രം അതല്ലേ. ബഹുമാനപ്പെട്ട റാബിയത്തുൽ അദവിയ റളിയല്ലാഹു തആല അൻഹാ മരണാസന്നയായി കിടക്കുന്ന സമയത്ത് സഹോദരന്മാരെ, ഉമ്മമാരെ, സഹോദരിമാരെ, എത്ര സന്തോഷത്തോടെയാണ് അവർ മരിച്ചത്. അവർ വളരെ റാഹത്തോടെയല്ലേ മരിച്ചത്. അങ്ങനെ മരിച്ച ചരിത്രങ്ങൾ എത്രയാണ് നമുക്ക് എണ്ണി പറയാനുള്ളത്.
പറഞ്ഞത്. അതുകൊണ്ട് നാം അല്ലാഹുവിലേക്ക് മടങ്ങണം. അവസാനമായിട്ട് ഞാൻ ഒരു ചെറിയ സംഭവം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വയവ് അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹാ, നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞപ്പോൾ അവിടുത്തെ അവസ്ഥ എന്തായിരുന്നു? ഈ ലോകത്ത് വച്ച് 100 കണക്കായ ഖത്മുകൾ ഓതി തീർത്തവരാണ് നഫീസത്തുൽ മിസ്രി എന്ന് നമ്മൾ പഠിക്കണം. നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹാ അവിടുത്തെ മിസ്രിലേക്ക് മദീനയിൽ ജനിച്ച, മദീനയിൽ ജീവിച്ച പെണ്ണാണ്. പക്ഷേ മിസ്രിലെ ജനങ്ങളുടെ ആവശ്യപ്രകാരം മിസ്രിലേക്ക് ചെന്നതാണ്. ജനങ്ങൾക്ക് മുഴുവൻ ആത്മീയ നേതൃത്വം കൊടുത്ത വനിതയാണ്. അവർക്ക് ഇൽമു പറഞ്ഞു കൊടുത്ത വനിതയാണ്. ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു പോലും മദീന മിസ്രിലേക്ക് ചെന്നപ്പോൾ നഫീസ ബീവിയുമായി വലിയ ബന്ധത്തിലായിരുന്നു. തനിക്ക് വല്ല രോഗമോ വിഷമമോ വന്നാൽ നഫീസ ബീവിയുടെ അരികിലേക്ക് ആളെ പറഞ്ഞയക്കുകയാണ്. നഫീസ ദുആ ചെയ്യുകയാണ്, രോഗം ശിഫയാവുകയാണ്. എന്നാൽ എന്ന പോലെ തങ്ങളിലെ മൗത്തിനുൾദണ്ണത്തെ ഓതി മുന്നായയ്ക്കും പോലെ ബീവിയില്ലായത്തെ അന്ന് ബീഗുണത്തിനോതും ഓതിടും പകരത്തെ അഹദവനലി കാനവർക്ക് നൽകിടട്ടെടുത്തേ. സാധാരണ രോഗവിവരം പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചാൽ ശിഫയ്ക്ക് വേണ്ടി ദുആ ചെയ്യുന്ന നഫീസ അതാ അവസാന ഘട്ടത്തിൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ആളെ പറഞ്ഞു വിട്ടപ്പോൾ അന്ന് ദുആ ചെയ്തത് എന്താണ്? മത്തഅഹുല്ലാഹു ബിലിഖാഇ വജ്ഹിഹിൽ കരീം. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന് അല്ലാഹുവിൻ്റെ ലിഖാ നൽകിക്കൊണ്ട് സന്തോഷിപ്പിക്കട്ടെ എന്നാണ് ദുആ ചെയ്തത്. ആ വിവരം ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ അറിഞ്ഞപ്പോൾ അങ്ങനെയാണ് നഫീസ ദുആ ചെയ്തതെങ്കിൽ ഞാൻ പറയുന്നു എൻ്റെ മരണം അടുത്തിരിക്കുകയാണ്. അങ്ങനെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മയ്യിത്തെ എണമാൽ തോളുതിടിക്ക വേണമെൻ വസിയത്തെ. എൻ്റെ മയ്യിത്തിനെ ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രിയയുടെ ഹദ്റത്തിൽ കൊണ്ടുപോയി വെച്ച എൻ്റെ മയ്യിത്ത് നിസ്കരിപ്പിക്കണമെന്ന് ഇമാമുന ശാഫിഈ ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ, ലോകമാകെ ഇൽമു കൊണ്ട് നിറയ്ക്കുന്ന ഒരു പണ്ഡിതൻ ഖുറൈശി കുടുംബത്തിൽ നിന്ന് വരുമെന്ന് പറഞ്ഞ ആ പണ്ഡിതനാണ് ഇമാമുന ശാഫിഈ. ആ ശാഫിഈ ഇമാമാണ് നഫീസത്തുൽ മിസ്രിയയെ കൊണ്ട് എൻ്റെ മയ്യിത്ത് നിസ്കരിപ്പിക്കണമെന്ന് പറഞ്ഞത്. ആ ഇമാമുൻ ആ നഫീസ റളിയല്ലാഹു തആല അൻഹ സ്വന്തം മരണാസന്നനായി കിടക്കുമ്പോൾ അതാ അല്ലാഹുവിനോട് എന്നും അവരുടെ ഒരു ദുആയാണ്, റബ്ബേ എന്നെ റമളാനിലല്ലാതെ നീ മരിപ്പിക്കരുത്, നോമ്പുകാരിയായിട്ടല്ലാതെ എന്നെ നീ മരിപ്പിക്കരുത്. അങ്ങനെ ഒരു റമളാൻ മാസത്തിൽ പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നഫീസ ബീവിക്ക് രോഗം മൂർച്ഛിക്കുകയാണ്, ബോധം കെട്ട് വീഴുകയാണ്. ഉടനെ ആളുകൾ ഡോക്ടറെ കൊണ്ടുവരികയാണ്. പെട്ടെന്ന് ബോധം തെളിയുകയാണ്. ആ സമയത്തിൽ നഫീസാനോട് ഡോക്ടർ പറയുകയാണ്, ചികിത്സ രോഗം പരിശോധിച്ചിട്ട് പറയുകയാണ്, ഈ രോഗം വളരെ ഖതീറാണ്, ഗൗരവമാണ്.
അതുകൊണ്ട് നോമ്പ് ഉപേക്ഷിക്കൂ നഫീസ. മഹദി നഫീസ ബീവി റളിയല്ലാഹു അൻഹ ആ സമയത്തിൽ പറഞ്ഞ മറുപടി എന്താണെന്നറിയുമോ? 30 വർഷമായി ഞാൻ എൻ്റെ റബ്ബായ എൻ്റെ പ്രേമസഖിയായ റബ്ബിനെ കാണാൻ നോമ്പെടുക്കുകയാണ്. എൻ്റെ മരണസമയത്ത് ഞാൻ നോമ്പ് ഉപേക്ഷിച്ചിട്ട് എനിക്കൊരു മരണമില്ല. അതുകൊണ്ട് ബഈദു അന്നി തബീബി വദഊനി ലി ഹബീബി زادني شوقي إليه وغرامي في لهيبي. ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഈ ഡോക്ടറെ എന്നിൽ നിന്ന് നിങ്ങൾ അകറ്റൂ, എൻ്റെ റബ്ബിലേക്ക് നിങ്ങൾ എന്നെ വിടൂ. എനിക്ക് എൻ്റെ റബ്ബിനെ സ്നേഹിച്ചതിൻ്റെ പേരിൽ എത്ര വലിയ പരീക്ഷണങ്ങളെ ഞാൻ നേരിടേണ്ടി വന്നാലും അത് എനിക്കൊരു പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ, സൂറത്തുൽ അൻആമിലെ ആയത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് വിട പറയുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഉമ്മമാരെ, ഇന്ന് ഗർഭിണിയായ പെണ്ണുങ്ങൾ അവർ ഓപ്പറേഷൻ ചെയ്യുന്നു, ഓടുകയാണ് ഡോക്ടറുടെ അടുക്കലേക്ക്. അതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ ആത്മാർത്ഥമായി ചിന്തിച്ചാൽ ആത്മീയ ചികിത്സകൾ നമ്മൾ മറന്നുപോയി. പഴയ കാലത്ത് പ്രസവ വേദന തുടങ്ങുമ്പോൾ നഫീസത്തുൽ മിസ്രിയയുടെ നഫീസാമാല ചൊല്ലുകയാണ്. അത് ചൊല്ലാൻ നമുക്ക് നേരമില്ല. അല്ലാഹ് അവരുടെ ബർക്കത്ത് കൊണ്ട് ഗർഭം പ്രസവം എളുപ്പമാക്കി കൊടുക്കുന്നു. നമുക്ക് അല്ലാഹു ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, അതുകൊണ്ട് ഈ സ്വാലിഹീങ്ങളെ കാണിച്ചു തന്ന മാതൃകയിൽ ആ മാർഗം പിൻപറ്റി അല്ലാഹുവിലേക്ക് അണയാനുള്ള ഒരുക്കങ്ങൾ നമ്മളിൽ ഉണ്ടാകണമെന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് അർഹമുർ റഹീമായ തമ്പുരാൻ നമ്മുടെ മരണം നന്നാക്കി തരുമാറാകട്ടെ. ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണ ഘട്ടമായ ആ മരണസമയം അല്ലാഹ് ഞങ്ങൾക്ക് നീ നന്നാക്കി തരണേ റഹ്മാനെ. ആഖിബത്ത് നന്നാക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരിച്ചവരോടൊപ്പം നാളെ സ്വർഗത്തിൽ ഹബീബായ മുത്തുനബിയുടെ ജിവാറിൽ ഒരുമിച്ച് കൂടാൻ നീ ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. നാളെ മഹ്ശറ എന്ന വിഷയം, നാളെ ഇൻഷാ അല്ലാഹ് മഹ്ശറ എന്ന വിഷയം ഇവിടെ സംസാരിക്കുന്നതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.